لا شريك له ولا نزير له ولا وزير له ولا مشير له ولا معين له ولا منازم له ولا منازر له ولا مداني له ولا مجاور له ولا مقابل له ولا مثل مثال مثيل مماثل له. ونشهد أن سيدنا ومعيدنا مخدومنا منزومنا معصومنا مقصودنا جميلنا واجملنا منيرنا وانورنا ولينا وعولانا تقينا واتقانا واعلانا اجلانا ابهانا اتقانا ازكانا انور اجدر اكبر اطهرنا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أما بعد فيا أيها الناس أوصيكم بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. وقال النبي صلى الله عليه وسلم يوشك الأمم أن تداعى عليكم كما تداعى الأكلة إلى قصعتها. فقال قائل ومن قلة نحن يومئذ قال بل أنتم يومئذ كثير ولكنكم غثاء كغثاء السيل. بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുന റബ്ബന. ലാ ഇലാഹ لا إله إلا الله محمد رسول الله. المبارك ജുമാഅത്ത് പള്ളി എതിരെ കീഴ്വണ്ടതായ അരിഫായി നുസ്രത്തുൽ മുസ്ലിമീൻ അസോസിയേഷൻ എതിരെ 49ാമത്തെ വാർഷികോത്സവത്തെ പ്രയുക്തമായിട്ട് നടക്കണിക്കത്തതായ ഞങ്ങളുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങളുടേതായ മഹാനായ വലിയുടെ ഉറൂസ്
മുബാറക്കായിട്ട് നടന്നുകൊണ്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സിൽ അല്ലാഹു കബൂലാക്കി തരട്ടെ. ഈ ഒരു വേദിക്കയില് കാര്യക്രമത്തെ ഉദ്ഘാടന ആക്കിയതായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ത്വാക്ക ഉസ്താദ്, അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുപോലെ ഞങ്ങളെ ജമാഅത്തിലെ അധ്യക്ഷരായിട്ടുള്ള എനിക്കെത്തതായ MP അബ്ദുറഹ്മാൻ, അതേപോലെ മാജി പ്രസിഡന്റ് ആയിട്ടുള്ള MT മോണാക്കാം, അതുപോലെ ട്രഷറർ ആയിട്ടുള്ള മിസ്ബാഹ്, അതേപോലെ റിസ്വാൻ, അതുപോലെ ബാക്കിയുള്ള കമ്മിറ്റിയിലുള്ളതായ മെമ്പർമാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഒരു പവിത്രമാക്കപ്പെട്ട ഒരു തിങ്കളായിട്ട് കിടന്നക്ക് അല്ലാഹു തആല തന്നിട്ടുള്ളത്. അതായത് പരിശുദ്ധമാക്കപ്പെട്ട റജബ്. ഇനി ഒരു 2 തിങ്കൾ വിട്ടേണ്ട് കണ്ടെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഉമ്മത്തിലെ തിങ്ങളുണ്ട് പ്രഖ്യാപിച്ചതായ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ. ആ തിങ്കൾ നിങ്ങൾക്ക് സമാഗതമാവുകയോ ഇനി ഒരു തിങ്കൾ മാത്രമേ ബാക്കിയുള്ള. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല രൂപത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ തിങ്കളുടെ നോമ്പ് നോക്കുകയും ആ നോമ്പുടെ വിധാനം നടത്തുകയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏതായാലും സമയം ഒരുപാട് പോയിട്ട് ആമുഖ ഭാഷക്കൊന്ന് കടക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞങ്ങളെ ശരീഅത്ത് കോളേജിലെ അഡ്മിഷൻ ഏതായാലും തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ മക്ക SSLC കഴിഞ്ഞതായ മക്ക, ഞങ്ങളെ റായത്തിലെ കുറെ മക്ക SSC കഴിഞ്ഞിട്ട് ഫസ്റ്റ് PUC പോവാണ്ട റായത്തിലെ ഔത്തെ മക്ക ഉള്ളനിക്കെത്തതായ ഒരു അവസ്ഥയിൽ കുറെ മക്ക ഉള്ള ഒരു വിഷയം കിട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ആ മക്കളും കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് അഡ്മിഷന് നിങ്ങൾ ആക്കൊരു നല്ല ദീനിയായ ചൗക്കട്ടിൽ മക്കൾക്ക് വേണ്ട എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ശരീഅത്ത് കോളേജിൽ നടക്കുക പോണ്ടു. ഇൻഷാ അല്ലാഹ് രക്ഷിതാക്കളായ നിങ്ങളെ പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് വേണു. അത് മാത്രമല്ല മങ്ങിലായിട്ട് ബന്ന ആളന്മാരും അങ്കും പഠിക്കുക അവസരമുണ്ട്. അതേപോലെ വയസ്സിലെ പ്രായമെത്തിയൊന്നും ഇല്ല ഇൻഷാ അല്ലാഹ്. കാലി ശരീഅത്തിൻ്റെതായ നിയമങ്ങളും ഇസ്ലാമുടെ ഫിഖ് മസലമായിട്ടും താരീഖും അതുപോലെ മറ്റുള്ള എല്ലാ കിതാബുകളും ആ പഠിക്കുക അവസരമായിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് അത് താല്പര്യമുള്ള ആൾമാർ ഇൻഷാ അല്ലാഹ് അഡ്മിഷന് മുക്തമായ അവകാശ എല്ലാ പെൻഡിങ് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് വിജയിപ്പിച്ചു തരട്ടെ. ഏതായാലും എന്റെ വിഷയത്തിൽ ഞാൻ കടന്നോട്ടുമുണ്ട്. മഹാനായ ലോകത്ത് അല്ലാഹു റഹ്മത്തായി കടത്തിയതായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ഉമ്മത്തിക്ക് ഒരുപാട് ഹദീസ് മുഖാന്തരം നമുക്ക് ഒരുപാട് ദീനിന്റെ പ്രബോധന ആ നബി തങ്ങ നമുക്ക് പഠിപ്പാടി തന്നു. പ്രസക്ത സന്നിവേശത്തിൽ മുസ്ലിം സമുദായ എന്നുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുക കാരണം ഇന്ന് ഈ ന്യൂ ജനറേഷൻ ഏത് രൂപത്തിൽ എന്തെല്ലാം ആക്കിയിട്ടുണ്ടാ. ന്യൂ ജനറേഷന്റെ ഭാഗത്തിൽ പണ്ടതായ എല്ലാ ഇണ്ട് നടക്കട ആചാര വിചാര അനാചാര എല്ലാം കൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ 1100 വർഷத்துக்கு മുന്നോളൂ ഈ മുസ്ലിം ഉമ്മത്തുക്ക് പഠിപ്പാടി എനിക്ക് ഒരു വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മദീന പള്ളിയുടെ ഈ തപ്പലത്തെ ഓലയിൽ കെട്ടിയതായ മദീന പള്ളിയിൽ വെച്ചിട്ട് 1100 വർഷத்துக்கு പിന്നെ നടക്കുന്ന വിഷയത്തെ കുറിച്ച് സവിസ്താരമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി തരുമ്പോ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു പഠിപ്പാട്ടി ഒരു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. യൂസികുൽ ഉമമു അൻ തദാ അലൈക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടിതണ്ട്. യൂസികുൽ ഉമമു, എല്ലാ സമുദായങ്ങളും ഒగ్గട്ടവർ, എല്ലാ ആളുമാറും ഒగ్గട്ടവർ. ഉമ്മത്ത് ചൊന്നെങ്കിൽ ഒരൊറ്റ ഒരു സമുദായത്തേക്ക് ഉമ്മത്തിന്റെ പഠിപ്പാടുമ്പോ ഉമമ് ചൊന്നെങ്കിൽ ഒരുപാട് സമുദായങ്ങള്, എല്ലാ സമുദായത്തെ ആളുമാറും അതാ നിങ്ങളെ മേലെ ശത്രു കാട്ട ഒരു സന്ദർഭം പറകൊണ്ടു. അംതദാ അലൈക്കും സുബ്ഹാനല്ലാഹ്. എല്ലാ മതത്തെ ആൾ
ആളുമാറും മുസ്ലിം സമുദായത്തിന് എതിരാവർ. എല്ലാ മതമുള്ള ആളുമാറ്, മത ഇല്ലാത്ത ആളുമാറ്, എക്സ് മുസ്ലിംസായ നിരീശ്വരവാദികളായ ആളുമാരടക്കം എല്ലാ ആളുമാറോ ഇതാ നിങ്ങൾക്ക് എതിരാവറ്, നിങ്ങളെ മേലെ ശത്രുത കാട്ടുവാറ്. ഗവൺമെന്റ് ചേഞ്ച് ആയോണ്ട് വരുമ്പോ നല്ല ഒരു മുസ്ലിം പോസ്റ്ററോ നല്ല ഒരു പോസ്റ്റർ ഒരു മുസ്ലിം സമുദായത്തെ ഒരാളിന്നുണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ആ സമുദായത്തിന് കീഴാക്കിട്ട് വേറെ ഒരു മുസ്ലിം അല്ലാത്ത ആളുമാരെ ആ പദവി കയറ്റുവാറ്. അങ്ങനെ ഉള്ള ഒരു കാലം വരൂ. നബിയുനാ റസൂലുള്ളാഹി അർഥ എല്ലാ മതത്തെ ആളുമാറും ഒగ్గട്ടാവറും എന്തി മുസ്ലിം സമുദായത്തിന് എതിരായിട്ട് ആയില്ലേ. എവിടെ നോക്കിക്കൊണ്ട് ചർച്ച കണ്ടത് മുസ്ലിം സമുദായത്തിന് എതിരായിട്ട് മാത്രമേ. പിന്നെയും നബി തങ്ങൾ ചൊന്നു, എല്ലാ മതമുള്ള ആളുമാറും മതമില്ലാത്ത ആളുമാറും എതിരാവാറ്. അങ്ങ് നിങ്ങളെ മേലെ കൈവെക്കുവാറ്. പാവപ്പെട്ടങ്ങ ചൊന്നിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതായ ബുദ്ധന്മാരായ ആളുമാറ് മയന്മാറിലുള്ളതായ എത്രമാ പാവപ്പെട്ട മുസ്ലിം കുഞ്ഞുങ്ങളെ കരിച്ചു കളഞ്ഞില്ലേ. ഫലസ്തീനിലുള്ളതായ ഗസയിലുള്ളതായ പാവപ്പെട്ട എത്രയെത്ര മുസ്ലിമീങ്ങളെ ബോംബിട്ടിട്ടും മിസൈലിട്ടിട്ടും കൊന്നു കളഞ്ഞില്ലേ. 1000-100 വർഷത്തേക്ക് നബി തങ്ങൾ ചൊന്നത് ഇദാ യൂഷികുൽ ഉമമു അൻ തദഅലൈകു, എല്ലാ സമുദായത്തെ ആളുമാറ് നിങ്ങളെ മേലെ കൈവെക്കുവാറ്. നബിയുനാ റസൂലുള്ളാഹി എങ്ങനെ നിങ്ങളെ മേലെ കൈവെക്കടേ? കമാ തദഅൽ അകലതു ഇലാ കസതിയാ, ഒരു 4-5 നാൾ പൈച്ചിട്ട് വെച്ചിട്ട് ഒരാള് നിങ്ങളെ മുന്നോട്ട് ചോറ് നിങ്ങൾ അയാളെ മുന്നോട്ട് വെച്ച് കൊടുത്തെങ്കിൽ എങ്ങനെ നിങ്ങൾ ആ ചോറിന്റെ മേലെ കൈ നീട്ടുവാറ്. അതുപോലെ മുസ്ലിം സമുദായത്തിന് മേലായിട്ട് എല്ലാ മതത്തെ ആളുമാറ് ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങളെ മേലെ കൈവെക്കുവാറ്. നബിയുനാ റസൂലുള്ളാഹി ഞങ്ങൾ ഔത്തുകൊരു ബിരുദന്മാർ വന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വെച്ചിട്ട് ഞങ്ങൾ വിളിക്കുന്ന ബറു ബറു എന്താക്കറോ തിന്നറോ അല്ലെ. അപ്പൊ എല്ലാം ഒട്ടിക്ക് വെച്ചിട്ട് എന്താക്കിടാറ് തിന്നിടാറ്. അതേപോലെ മുസ്ലിം സമുദായത്തെ എതിരായിട്ട് എല്ലാ മതത്തെ ആളുമാർ ഒരുമിച്ച് കൂടുവാറ്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടുമ്പോ കമാ തദഅൽ അകലതു ഇലാ ഖസ്അതിഹാ, ഒരു പാത്രത്തിൽ കൈ നീട്ടത് പോലെ നിങ്ങളെ മേലെ കൈ നീട്ടുമാറ്. ഒരു മുസ്ലിം എന്ന ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് എന്നുള്ള പ്രശ്നങ്ങൾ സമുദായത്തിൽ നടന്നില്ലേ. അതേപോലെ വേറെ മതത്തിലുള്ള ആരുമാർ ഹിജാബ് ധരിച്ചെങ്ക അതിന്റെ മേലെ പ്രശ്നം കേൾക്കുന്നുണ്ട് ഒരാളുമില്ല. മുണ്ടാസ് കെട്ടിട്ട് ഒരാളും എയർപോർട്ടിൽ കടന്നുപോയി അയാളെ പാസ്പോർട്ട് നോക്കിട്ട് ഇയാള് മുസ്ലിമായിട്ട് കണ്ടെങ്കിൽ അയാളെ ചെക്കിംഗ് ആക്കണിക്കത് എത്ര ആളുമാറ്. സെക്യൂരിറ്റി ജാസ്തിയായിട്ട് ചെക്കിംഗ് ആക്കണ ഒരുപാട് ആളുമാറില്ലേ. അതേ ഒരു സിഖ് മതത്തിലുള്ള ആളുമാർ മുണ്ടാസ് കെട്ടിയെങ്കിൽ അവിടെ ഒരു പ്രശ്നം പറയില്ല. കാരണം എന്തേ? ഹബീബായ തങ്ങ ചൊന്നില്ലേ, മുസ്ലിം എന്ന കാരണത്തില് നിങ്ങളെ മേലെ എല്ലാ മതത്തെ ആളുമാറ് കൈനീട്ടുവാറ്. എല്ലാ നിങ്ങൾക്ക് വേണ്ട അനുകൂലം എടുത്തു കളയുവാറ്. നിങ്ങളെ മേൽ ഒരുപാട് പ്രശ്നങ്ങൾ വരൂ, ഒരുപാട് പ്രയാസങ്ങൾ വരൂ, ഒരുപാട് പ്രതിസന്ധികൾ വരൂ. എൻആർസിയുടെ പോലോത്ത, സിഎയുടെ പോലോത്ത, ഹിജാബ് പോലോത്ത ബാങ്കയുടെ ആധാര പ്രശ്നം വന്നപ്പ, ഹലാല് ജഡ്കട പ്രശ്നം വന്നപ്പ, വഖഫ് മസൂദിന്റെ ഒരു സന്ദർഭം വന്നപ്പ, ടൂബി മീസലാത്തിന്റെ വിഷയത്തിൽ വന്നപ്പ, ഇങ്ങനെ ത്രിബൽ തലാഖ് പോലോത്ത മുസ്ലിം സമുദായത്തിന് വേനായിട്ട് ഒരുപാട് 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 ബുദ്ധിമുട്ട് പണ്ട ഒരു കാലം വരൂ. കമാ തദഅൽ അഖലതു ഇലാ ഖസ്അതിഹാ, ഒരു പാത്രത്തിൽ കൈ നീട്ടതുപോലെ എല്ലാ മതത്തെ ആളുമാർ മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമായിട്ട് എല്ലാരും കൈവെക്കുവാറ്. നബിയുനാ റസൂലുള്ളാഹി ആ സന്ദർഭത്തിലായിട്ട് സ്വാഭിമാര് കേട്ടാറ്, നബിയേ നബിയേ ومن قلة نحن يومئذ يا رسول الله, നബിയേ നബിയേ ആ കാലഘട്ടത്തിൽ നബിയേ
മുസ്ലിമീങ്ങ കുറഞ്ഞ ആള് മാറ നബിയേ, മുസ്ലിമീങ്ങളെ സംഖ്യ കുറവുണ്ട് നബിയേ, മുസ്ലിമീങ്ങളാണ് ഇല്ലാത്ത സന്ദർഭം നബിയേ, ഇത്രയെല്ലാം പ്രയാസമുണ്ടല്ലേ, ഇത്രയെല്ലാം ബുദ്ധിമുട്ടുണ്ടല്ലേ നബിയേ. എന്ത് നബിയേ ആ കാലഘട്ടത്തില് മുസ്ലിമീങ്ങൾ കുറഞ്ഞങ്ങമാ നബിയേ. ഹബീബായ തങ്ങ ചൊല്ലു, ഇല്ല ഇല്ല ഇല്ല, ബൽ അംതും യൗമൈദിൻ കസീർ, ഇല്ല സ്വഹാബ ഇല്ല സ്വഹാബ, അന്ന് മുസ്ലിമീങ്ങ ധാരാളം പേരിക്കുവാറ്, അന്ന് മുസ്ലിമീങ്ങളും ഒരുപാടിക്കുവാറ്, അന്ന് മുസ്ലിമീങ്ങ കുറഞ്ഞങ്ങല്ല. പക്ഷേ ഒരു കാരണമുണ്ട് സ്വഹാബത്തെ, കാരണം എന്തുകൊണ്ടുണ്ടാ, വലാകിന്നകും ഗുസാവൻ ഡ്രെയിനേജിലോടുകൂടതായ തന്നി ഉണ്ടല്ലേ, ചരണ്ടിലോടുകൂടെ തന്നി ഉണ്ടല്ലേ, അതേപോലെ ചണ്ടിച്ചവറുകളെ പോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് തണ്ണിയല്ല പോണ്ട ഒരു ഡ്രെയിനേജിനെ പോലെ ആ കാലഘട്ടത്തെ ആളുമാറ് ഒലുകി പോവാറ്. നബിയുനാ റസൂലുള്ളാഹി ആ കാലഘട്ടത്തെ ആളുമാറ് ചണ്ടിച്ചവറുകളെ പോലായിട്ടിക്കുവാറ്. ലോകം എവിടെ പോണ്ട അവിടേക്ക് അങ്ങ് പോവാറ്. ആ കാലഘട്ടത്തിൽ എല്ലാ ഞായറാഴ്ച തിയേറ്റർക്ക് വേനായിട്ട് പുതിയ പുതിയ സിനിമ ഇറങ്ങുമ്പോ അതൊക്കെ വേനായിട്ട് ലോകം പോടുമ്പോ നിങ്ങളും അതിന്റെ ബാക്കിൽ പോവാറ്. നബിയുനാ റസൂലുള്ളാഹി ആ കാലഘട്ടത്തിൽ ആളുമാറ് നല്ല കളിയിലും ചെടിയിലും തമാശയിലുമായിട്ട് മകരിവിടെ സമയമാവുമ്പോ ഗ്രൗണ്ട് കളിച്ചുകൊണ്ടിരിക്കുവാറ്. നിസ്കാരമില്ലാണ്ട് പ്രയാസപ്പെടുന്നതായിട്ടോ, നിസ്കാരമില്ലാണ്ട് ഒരുപാട് ആളുമാറ് അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്. അങ്ങനെ ലോകം പോണ്ട ആ ടൈമായിട്ട് കണ്ടെങ്കിൽ അങ്ങലും അതേപോലെ അവർ നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളെ മുസ്ലിം ഐഡിയന്റെ നിങ്ങൾ കീപ്പാക്കിയോണ്ടില്ല. അക്രമികളായ ആളുമാർ മുസ്ലിം സമുദായത്തിന് എതിരാവുമ്പോ മുസ്ലിം എന്ന പേര് കേൾക്കുമ്പോ നിക്ക് പോലും പേടിയാവോ. നിക്ക് നിന്റെ മുസ്ലിം ഐഡിയന്റെ കാട്ടുകു നിക്ക് ചങ്കാവോ. നബി തങ്ങ ചൊന്നോണ്ടുള്ള ഹദീസിലെ വ്യക്തത ഒന്ന് മനസ്സിലാക്കണം. തങ്ങ ഹബീബായ തങ്ങ ചൊന്ന ഒരു ഹദീസ് തങ്ങ അർത്ഥാക്കണം. മുഅ്മിനീങ്ങള് ആചാര വിചാരത്തിലുമെല്ലാം മുസ്ലിം സമുദായത്തെ വേഷധാരികളല്ല. കാണുമ്പോ ഏതോ ഒരു ജാതിയെ പോലെ കാണോ. തലക്കൊരു തൊപ്പിടുക പേടിയാവോ. തൊപ്പി വെക്കുക, ടുവാല് കെട്ടുക. നിസ്കാരത്തേക്ക് പള്ളിക്ക് വരുമ്പോ ഞങ്ങൊന്ന് തൊപ്പി വെക്കുക പേടിയാവോ. ഇന്നത്തെ മുസ്ലിം സമുദായത്തെ അവസ്ഥ അതുപോലെയല്ലേ. സുബ്ഹാനല്ലാഹ്. ഇതാ വർഷത്തില് ക്രിസ്മസ് ഇങ്ങനെ വരുമ്പോ മുസ്ലിമായ ആള് ക്രിസ്മസ് ആചരിക്കടാ. അതേപോലെ ദീപാവലി വന്നെങ്ക, അല്ലെങ്കിൽ കൃഷ്ണ ജന്മാഷ്ടമി വന്നെങ്ക, ഗണേശോത്സവം വന്നെങ്ക, അതേപോലെ ആചാര മുസ്ലിം സമുദായത്തെ ആക്കിടാറ്. ഇനി ഓണം വന്നെങ്ക ഓണം ആഘോഷിക്കിടാറ്. എല്ലാ ആഘോഷത്തിൽ ഉൾപ്പെട്ട ആളുമാറ്. പെരുന്നാൾ വന്നെങ്ക പെരുന്നാളും ആചരിക്കിടാറ്. ഈദ് മിലാദ് വന്നെങ്ക ഈദ് മിലാദ് ആചരിക്കിടാറ്. ഇങ്ങനെ ഉള്ള ഒരു മുസ്ലിം സമുദായത്തെ ആളുമാറ് അങ്ങാതിരെ ഇടലി എങ്ങനായിട്ടിക്കിടാറ്. അല്ലാഹുവിലെ മുഅ്മിനീങ്ങള് എല്ലാ ആചാരത്തിലും ഞങ്ങൾ ഭാഗിയായോണ്ടുള്ള എല്ലാ മുഅ്മിനെ ഇസ്ലാം അനുവദിക്കിടതല്ലത്. ആചാര വിചാരത്തിൽ ഞങ്ങൾ ഭാഗിയാവുകില്ല. ഇസ്ലാമുടെ നേരായ ഇസ്ലാമുടെ ശറഈയായ നിയമത്തിലായിട്ടിക്കണോ മുഅ്മിനീങ്ങളെ ഞങ്ങൾ വേണായത്. ഞങ്ങൾ ബിനുർ മതത്തെ ഞങ്ങൾ ബഹുമാനിക്കണോ, ആദരിക്കണോ. പക്ഷേ അങ്ങനെ ആചാരത്തിൽ ഞങ്ങൾ പോവാനായല്ല. അങ്ങനെ മുസ്ലിം ഐഡിയന്റെ കീപ്പാക്കരുതും പേടിക്കിടാറ്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസൈ, ചണ്ടിച്ചവറുകളെ പോലെ ഒഴുകി പോവാറ്. നബിയുനാ റസൂലുള്ളാഹി. പിന്നെയും നബി തങ്ങൾ ചൊല്ലു, വലിയൻസഅന്നല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹബ്ബത മിൻകും, ശത്രുക്കളുടെ കൽബിലോ നിങ്ങളെ പേടി അല്ലാഹു എടുത്തു കളയോ. നിങ്ങളെ പേടി ശത്രുക്കളുടെ കൽബിൽ അല്ലാഹു എടുത്തു കളയും. പണ്ടത്തെ വലിയ വലിയ ആലിമീങ്ങളെല്ലാം കാണുമ്പോ എല്ലാ മതത്തെ ആളുമാറും ബഹുമാനിച്ചുകൊണ്ടിരുന്നാർ. വലിയ വലിയ ആലിമീങ്ങ പറയുമ്പോ ഹൈന്ദവ മതക്കാരായ ആളുമാർ ഒരു പേടി. പക്ഷെ ഉണ്ട് നിങ്ങളെ കൽബിലെ പേടി അള്ളാഹു എടുത്തു കളയുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. മരിച്ച് അങ്ങനെ കാണുമ്പോ നിങ്ങൾക്ക് പേടി. ധൈര്യത്തിലൊരു തൊപ്പിട്ടിട്ട് നിങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷന് പോകുമ്പോലും നിങ്ങൾക്ക് പേടി. അല്ലെങ്കിൽ അങ്ങനെ ഏരിയത്ത് പോകുമ്പോ നിങ്ങൾക്ക് പേടി. തൊപ്പിങ്ങിടത്ത് എന്താക്കടാ കേസാക്കിട്ട പേടി. എന്തേ അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസ്.
പിന്നെയും നബി തങ്ങൾ ചൊല്ലു. പിന്നെ നബി തങ്ങൾ ചൊന്നത് മൻ ഖാഫല്ലാഹു ഖാഫഹു കുല്ലി ശൈഇൻ, അല്ലാഹുടെ ആരെങ്ക പേടിച്ചണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ ആളുമാറും പേടിക്കുമാറുണ്ട് ചൊല്ലുമ്പോ ഞങ്ങൾ അല്ലാഹുടെ പേടിക്കണായങ്ങ. അങ്ങനെ നബി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത് വലിയഖദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹന, അല്ലാഹു നിങ്ങളെ ഖൽബുകോ വഹന ചൊല്ലുവ രോഗത്തെ ഒരു സീക്രട്ട് അല്ലാഹു നിങ്ങളെ ഖൽബ് കിട്ടതറോ. സ്വഹാബിക കേട്ടാറ് നബിയേ വമൽ വഹന യാ റസൂലല്ലാഹ്, നബിയേ നബിയേ വഹന ചൊന്ന എന്ത്ര നബിയേ ഒന്ന് പഠിപ്പാട്ടൊരു നബിയേ. നബി തങ്ങൾ ചൊന്നത് ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ് ദുനിയാ, അവനുക്ക് ദുനിയാവുടെ മേലെ ഫിർസ ഉള്ളത്, അവനുക്ക് ദുനിയാവ് മാത്രമേ വേണായത്. അവനുക്ക് ആകെ ഉള്ള ചിന്ത നക്കൊന്ന് പൈസ ആക്കണോ. SLC കഴിഞ്ഞ പാട് മക്കകിന്റെ നേരെ സ്വർത്തക്ക് പോയോണ്ടുള്ളാറ് മക്കുള്ള ആവേശം നക്കിന്റെ പൈസ ആക്കണോ ചൊല്ലത് നബി തങ്ങൾ ചൊന്ന ഹദീസും അതെ. ഇങ്ങനെ മക്ക എല്ലാരും ഇങ്ങനെ ആളുമാറാ കാലഘട്ടത്തില് അങ്ങ് ദുനിയാവുടെ പൈസരെ പിറവില് പോവറ്. വകറാഹിയത്തുൽ മൗത്ത്, അങ്ങ് മരണത്തോടുള്ള വെറുപ്പ് പറൂ, മരിക്കടതായ ഒരു ചിന്ത പോലും ഇക്കാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബുദ് ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. ആ കാലഘട്ടത്തെ ആളുമാറുക ദുനിയാവ് മാത്രമേ അങ്ങക്ക് ചിന്തയ്ക്കൂ, മരണത്തെ വെറുപ്പിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തരുമ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇവിടായിട്ടിക്കട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആധുനിക കാലഘട്ടത്തെ വിഷയങ്ങള് കണ്ട് റസൂലുള്ള ചൊന്നത് ഇന്ന് നേരായുണ്ട്. ഒരുപാട് ഹദീസുകൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത് ഇന്ന് നേരായിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ എണ്ണി കണക്കാക്കിയ വിഷയം നോക്കുമ്പോ ഇന്ന് നടന്നുകൊണ്ടുള്ള ഈ ഒരു പ്രസക്ത സന്നിവേശത്തില് നടന്നുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായിട്ട് പിന്നെ നബി തങ്ങൾ ചൊന്നത് ളുഹൂറുൽ ഫിത്ന, ആ കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തില് ഫിത്ന കടന്നു വരൂ, ഫിത്ന കടന്നു വരൂ, ഓരോ ഫിത്നകളെ കടന്നു വരൂ. വലിയ വലിയ ഫിത്നകൾ ആ സമുദായത്തെ ആളുമാർ അനുഭവിക്കുവാറ്. അങ്ങ് അനുഭവിക്കാടല തഖൂമുസ്സാ, ഖിയാമത്ത് നാള് സംഭവിക്കാല. പിന്നെയും നബി തങ്ങൾ ചൊന്നത് വഖബദിൽ അമാന, വിശ്വസ്തത നഷ്ടപ്പെട്ട കാലം വരൂ. സുബ്ഹാനല്ലാഹ്, ഇന്ന് ആരിലും വിശ്വാസമില്ല. മാപ്പിള പെഞ്ഞേക്ക് വിശ്വാസമില്ല, പെഞ്ഞേടിൽ മാപ്പിളക്ക് വിശ്വാസമില്ല. ഉമ്മക്ക് മക്കളിലും മക്കളക്ക് ഉമ്മക്കും അപ്പമാരിലും ഇന്ന് ആരിലും വിശ്വാസം ഇല്ലാത്ത ഒരു സന്ദർഭ. ഇന്ന് ഞങ്ങൾക്ക് ഒരു കട കൊടുക്കുമ്പോ അതുപോലെ പേടിയായോണ്ടുണ്ട്. കാരണം എന്തേ? വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്. ഇന്ന് വിശ്വാസം ആരിലും ഉണ്ടാ? ആരിലും ഇന്ന് വിശ്വാസം ഇല്ല അല്ലേ? ഒരു 5,000 ഇപ്പം ഒരു 10,000 കട കൊടുക്കുമ്പോ നമുക്ക് പേടി, ഇത് തറുവാണ നമ്പകാവില്ല. കാരണം വിശ്വാസം നഷ്ടപ്പെട്ടു പോകേണ്ടത് ഖിയാമത്ത് നാളിന്റെ അടയാള. വിശ്വാസം ഒരുപാട് വേറെ ടൈപ്പിലുള്ള വിശ്വാസം ഉണ്ടോ. ഞങ്ങളെ പലക്ക എന്നുള്ളതും അതൊരു വിശ്വാസം. ഞങ്ങൾ ഒരാളെ ചെല്ലണ്ടാണ്ട് ഒരു പലക ചൊന്നെങ്കിൽ അത് പിന്നെ ചൊല്ലുകുതിയ ഒരു രഹസ്യം ഞങ്ങൾ ഒരു വിഷയം ചൊന്നെങ്കിൽ അൽ കലാമു അൽ അമാന, കലാം പലക്ക എന്നുള്ളതും അത് അമാനത്തായിട്ട് അത് സൂക്ഷിക്കണായും. ഞങ്ങളിൽ ഒരാൾ ഒരു വിഷയം ചെല്ലണ്ടാണ്ട് ചൊന്നെങ്കിൽ ഞങ്ങതൊരു ചൊല്ലുകുതീറ. എത്ര ആളുമാറ് ആരെങ്കിലും ചെല്ലണ്ട ചെന്നിട്ടൊരു രഹസ്യമായ ഒരു വിഷയത്തെ നിങ്ങൾ ചൊന്നെങ്കിൽ എത്ര ആളുമാറാ വിഷയങ്ങള് പരസ്യമാക്കി കളയില്ലേ? അതുകൊണ്ടല്ലേ ഇന്റെ ഒരുപാട് കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്ന ചർച്ച പോലും നാണൊന്ന് വിഷയത്ത് ചൊല്ലട്ടാ. കമ്മിറ്റിയിൽ നടക്കുന്ന ഒരു രഹസ്യ ചർച്ചകളുണ്ടല്ലേ, ഏത് വിഷയത്തെ ചർച്ചാവട്ടെ അതുപോലും 10 ഒരാളും ചൊല്ലുകതീറാ, ഒരാളും ചൊല്ലുകതീറാ. ആ ജമാഅത്തിന്റെ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച ആയിട്ടിക്കോ, അല്ലെങ്കിൽ പള്ളിയിലാ മീറ്റിംഗ് നടത്തുമ്പോ നടക്കുന്ന ചർച്ച ആയിട്ടിക്കോ, അതുപോലും ഞങ്ങൾ പുറത്ത് ചൊല്ലുകതീറാ. കാരണം അത് അമാനത്തായിട്ട് കിട്, അമാനത്തായിട്ട് കിട്. അതുപോലും നഷ്ടപ്പെട്ടു പോണ്ട കാള. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ
റസൂൽ ചെന്നത് വിശ്വസ്തത നഷ്ടപ്പെട്ട ഒരു കാലം വന്നെങ്കിൽ അത് ഖിയാമത്ത് നാളെ അടയാള. പിന്നെയും നബി തങ്ങൾ ചൊന്നത് ഇൽമിങ്ങനെ കുറഞ്ഞു പോവോ. മഹാന്മാരായ പണ്ഡിതന്മാര് ലോകത്തോട് വിട പറഞ്ഞു പോവാറ്. നല്ല നല്ല സച്ചരിതരായ അള്ളാടെ പേടിച്ചോടിന്ന നല്ല നല്ല പണ്ഡിതന്മാർ അങ്ങ് ലോകത്തോട് വിട പറഞ്ഞു പോണ്ടത്. അതും മഹാനായ റസൂലുള്ള പടിപാടിയത്. അത് ആധുനിക സമുദായത്തെ ആളുമാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണായത്. ഇൽമ കുറഞ്ഞു പോണ്ട് ചെന്നെങ്കിൽ ആലിമീങ്ങ ലോകത്തോട് വിട പറഞ്ഞു പോണ്ടത്. അത് ഖിയാമത്ത് നാളെ അടയാളോ. നബിയുനാ റസൂലുള്ളാഹി എത്ര നല്ല നല്ല ആലിമീങ്ങൾ ഇന്നാറ്. മഹാനായ ശംസുൽ ഉലമ പോലോത്ത പണ്ഡിതന്മാർ ലോകം അറിയപ്പെട്ട പണ്ഡിതന്മാരല്ലേ. അങ്ങനെ വലിയ വലിയ ശംസുൽ ഉലമയുടെ പോലോത്ത ആലിമീങ്ങള് ലോകത്തോട് വിട പറഞ്ഞു പോണ്ടത് ഖിയാമത്ത് നാൾ എന്നെ കണക്കാക്കുമ്പോ. പിന്നെയും നബി തങ്ങൾ ചെന്നത് അള്ളാന്റെ റസൂല് പടിപാടിയത് സമയങ്ങള് വേഗ വേഗ തീർന്നു പോവോ. ടൈം ഇങ്ങനെ വേഗ തീരും. ടൈം പോണ്ട ഗുന്താവില്ല. ഈത്തപ്പലയുടെ ഓല കത്തിയതുപോലെ ഒരു മടല് നങ്ങ മടക്കിട്ട് നങ്ങ തീരൊക്കെ വെച്ചെങ്കിൽ ആ തീ മടൽ എങ്ങനെ കത്തുറ അതേപോലെ ആയിട്ട് സമയം വേഗ വേഗ പോകും. നബിയുനാ റസൂലുള്ളാഹി സമയത്തെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. അണ്ടിന്നെ അതേ 24 ഗണ്ട ഇണ്ടൂല്ലേ. പക്ഷെ എന്തില്ല ടൈം മയ്യാവില്ല. ഏതൊക്കെ ഒരു സമയം നിങ്ങൾക്ക് മയ്യായോണ്ടില്ല. വർഷങ്ങള് തിങ്ങളുടെ പോലെ, തിങ്കള് വാരത്തെ പോലെ, വാര ഗണ്ടയുടെ പോലെ, ഗണ്ട മിനിറ്റ് പോലെ, മിനിറ്റ് സെക്കൻഡ് പോലെ ഇങ്ങനെ പോണ്ടതായ ഒരു ടൈം അങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് വരും. അത് മഹദി ഇമാമന്റെ അടയാളത്തിൽ എന്നെ കണക്കാക്കിയതിന്റെ നബിയുനാ റസൂലുള്ളാഹി അല്ലെ. ഞങ്ങളെ മക്ക എത്ര വേഗം ബലിയാവിടാർ, എത്ര വേഗം മക്ക മങ്ങിലായിട്ട് പോണ്ടാർ. ആ മങ്ങിലായ മക്ക എത്ര വേഗം ബയസായിട്ട് പോണ്ടാർ. ഇതെല്ലാം ടൈം ഇങ്ങനെ വേഗം പോണ്ടത് അന്ത്യനാളുടെ അടയാളത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത്. പിന്നെ ചൊന്നത് കസറത്തുൽ അവാനി വലമാ അക്രമികളായ ആളമാർ കൂട്ടം കൂട്ട ഒരു കാലം വരൂ. അതായത് ഗാങ്സ്റ്റേഴ്സ് പോലോത്ത ഗൂണ്ടാ സംഘ പോലോത്ത കൊട്ടേഷൻ സംഘങ്ങൾ ജാസ്തിയാവുടെ കാലം വരൂ. അങ്ങനെ ഉള്ള ഒരു കാലം വന്നെങ്കിൽ അത് ന്യൂ ജനറേഷന്റെ ആളമാർ പോലും ചിന്തിക്കണായത്. നബി തങ്ങൾ ചൊന്ന ഹദീസ് എത്രമാ സുവ്യക്തമായത്. അണ്ട് റൗഡിസം ഇല്ലാത്ത, അണ്ട് ഗാങ്സ്റ്റേഴ്സ് മാറാറും ഇല്ലാത്ത, എന്നിട്ട് മദീന പള്ളിയുടെ ഈത്തപ്പലയുടെ ഓലയുടെ അവിടെ വെച്ചിട്ട് നബി തങ്ങൾ ചൊന്നത് ആ ദീർഘദൃഷ്ടി ഇല്ല അല്ലാഹുവിന്റെ വഹിയല്ലാണ്ട് ലോകത്തിൽ ഒരു ഹർഫ് പോലും ഉണ്ടാത്ത റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ. ആ നബി തങ്ങൾ ചൊന്നത് ആ കാലഘട്ടത്തിലെ ഗൂണ്ടാ സംഘങ്ങള്, കൊട്ടേഷൻ സംഘങ്ങളായ ആളുമാറ് കൈകൊത്തുകും, കാലുകൊത്തുകും, തലകൊത്തുകും, എത്ര ഗൂണ്ടാ സംഘങ്ങളെ ഉണ്ടുള്ളത്. അങ്ങനെ റൗഡിസം അധികരിക്കട ഒരു കാലം പറൂ. വന്നു കഴിഞ്ഞില്ലേ എത്ര ആളുമാരെ കൊന്നുകളഞ്ഞില്ലേ. എന്നിട്ട് ചൊല്ലാറനക കൊന്നില്ലാണ്ട കൊന്നൊരേ. സുബ്ഹാനല്ലാഹ് മനുഷ്യന്റെ ജീവനത്തിക്ക് വിലയില്ലാത്തൊരവസ്ഥ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നബി തങ്ങൾ ചൊന്നത് ഇംതിശാറു സിനാ വ്യഭിചാരം സർവേ സാമാന്യമായി കാണുവാറ്. വ്യഭിചാരം ജാസ്തിയാവോ. സുബ്ഹാനല്ലാഹ് ഇന്റെ വ്യഭിചാരം നടക്കട ഏതെല്ലാം രൂപത്തിൽ നടന്നുകൊണ്ടില്ലേ. ഹബീബായ തങ്ങൾ വ്യഭിചാരത്തെ കുറിച്ച് തന്നത് ഒരു ഹദീസ് കൂടി ഞങ്ങൾക്ക് അർത്ഥാക്കാം. അഖ്ബലു അലൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒർണാൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബിമാർക്ക് തിരിഞ്ഞുകൊണ്ടിട്ടു അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത് യാ മഅശറുൽ മുഹാജിരീൻ, ഓ മുഹാജിരീങ്ങളെ, ഖംസുൻ ഇദാ ഇബ്തുലീതും ബിഹിന്ന, 5 കാര്യമുണ്ട് മുന്നോളൂ. വഊദു ബില്ലാഹി അൻ തുദ്റകൂഹുന്ന, ആ 5 കാര്യം നിങ്ങൾക്ക് പിടികൂടാണ്ടിക്കുകയായിട്ട് അല്ലാഹുവിൽ നിന്നാണ് കാവലിന്റെ കേക്കട നബിയുനാ റസൂലുള്ളാഹി. 5 കാര്യം അത് പറയാണ്ടിക്കുകയായിട്ട് അല്ലാഹുവിൽ നിന്നാണ് കാവൽ കേക്കിടാണ്ട് നബിയുനാ റസൂലുള്ളാഹി.
ലം തൽഹറിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. ഒരു സമുദായത്തിൽ അക്രമങ്ങളും അനീതികളും വ്യഭിചാരങ്ങളോ ഇങ്ങനെ ഉള്ള തോന്നിവാസങ്ങള് ഒരു സമുദായത്തില് ജാസ്തിയായിട്ട് കണ്ടെങ്കിൽ അതൊരു സർവേ സാമാന്യമായിട്ട് കാണ്ട ഒരു കാലം വന്നെങ്കിൽ ഇന്റെ വ്യഭിചാരത്തെ എത്രമാ വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾ കേട്ടോണ്ടല്ല. ഒന്ന് സോഷ്യൽ മീഡിയയിലുള്ളതായ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയെങ്കിൽ അതിൽ എത്രമാ വ്യഭിചാരത്തെ പോസ്റ്റ് അല്ല നിങ്ങൾ കണ്ടത്. ഇന്ന് നിങ്ങൾ വാർത്താ മാധ്യമത്തിലുള്ളതായ ഏതെങ്കിലും ഒരു ചാനൽ എടുത്ത് നോക്കിയെങ്കിൽ അതിലും കണ്ടതും ഇതേ വ്യഭിചാരത്തെ വിഷയ. അങ്ങനെ ഒരുപാട് വ്യഭിചാരങ്ങൾ പരസ്യമാവോ എന്നിട്ടത് ഒരു സംഭവമല്ലാത്ത ഒരു നിലക്കെത്തിയേണ്ട കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് ഇല്ല ഫശാ ഫീഹിം അല്ലാഹു ആ സമുദായത്തെ ത്വാഊന് കൊണ്ട് പരീക്ഷിക്കൂ. നബിയുനാ റസൂലുള്ളാഹി ഒരു സമുദായത്തിൽ അക്രമങ്ങളും വ്യഭിചാരങ്ങളും ജാസ്തിയായെങ്കിൽ അല്ലാഹു ത്വാഊന് കൊണ്ട് പരീക്ഷിക്കൂ. എന്ത്ര ത്വാഊന് ചെന്നെങ്കിൽ ഗൊന്തുണ്ടാ ത്വാഊന് ചെന്നെങ്കിൽ സാംക്രാമിക രോഗ, ത്വാഊന് ചെന്നെങ്കിൽ കോവിഡ് പോലോത്ത കൊറോണ പോലോത്ത വൈറ്റ് ഫംഗസും ബ്ലാക്ക് ഫംഗസ് പോലോത്ത മാരകമായ രോഗത്തെ ചൊല്ല ത്വാഊ അല്ലാഹു ആ ത്വാഊന്റെ കൊണ്ട് അല്ലാഹു ഈ ലോകത്തെ പരീക്ഷിച്ചത് 2010 കോവിഡ്-19 എന്ന ഒരു രോഗം അല്ലാഹു ലോകമെമ്പാടും പകർത്തിയില്ലേ. കാരണം എന്തേ? ആരെ കൊണ്ട് ഈ രോഗം വരകുള്ള കാരണ നമ്മളെ കൊണ്ടല്ല മുഅ്മിനീങ്ങള്. ഈ മനുഷ്യനാക്കളെ തിന്മകൾ ജാസ്തിയായപ്പാ അല്ലാഹു 10 പോലെ തന്നെ ഒരു രോഗമില്ലേ. ആ രോഗത്തെ പേര് കേൾക്കുമ്പോ ഇണ്ടുമാളുമാറ് പേടിച്ചുകൊണ്ടുള്ളാറ്. കാരണം എന്തേ? ലോകമെല്ലാം ലോക്ക്ഡൗൺ ആയില്ലേ. അങ്ങനെ ഉള്ള മാരകമായ രോഗം അല്ലാഹു തറകുള്ള കാരണ 1100 വർഷം മുന്നൊരു നബി തങ്ങൾ ചൊന്നത് ലം തൽഹറിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. ഒരു സമുദായത്തിൽ ഇങ്ങനെയുള്ള ഹറാമായ കാര്യങ്ങൾ ജാസ്തിയായിട്ട് കണ്ടെങ്കിൽ ഇല്ലാ ഫശാ ഫീഹിം ത്വാഊ അല്ലാഹു കോവിഡ് കൊണ്ടിട്ട് അങ്ങനെയുള്ള മാരകമായ രോഗം കൊണ്ടിട്ടു ആ സമുദായത്തെ പരീക്ഷിക്കൊണ്ട് ചൊല്ലുമ്പോ വൽ ഔജാഉല്ലതി ലം തകുന മല്ലതു ഫീ അസ്ലാഹിമില്ലദീന മല്ലഹു. പൂർവികരായ ആളുമാർ പൂർവികരായ ഞങ്ങളെ ബോബന്മാർ പോലും കേൾക്കാത്ത പുതിയ പുതിയ പേരുടെ സീക്ക് കൊണ്ടിട്ടോ അല്ലാഹു പരീക്ഷിക്കൊണ്ടോ നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ പുതിയ പുതിയ പേരുള്ള രോഗങ്ങൾ അല്ലാഹു കൊടുക്കൂ. ഡോക്ടർമാർക്ക് പോലും മരുന്ന് കണ്ടുപിടിക്കാവാത്ത രൂപത്തിലുള്ള രോഗങ്ങള് അല്ലാഹു ആ സമുദായത്ത് കൊടുക്കൊണ്ട് ചൊല്ലുമ്പോ ഞങ്ങൾ ഇണ്ട് തോളം ഞങ്ങളെ ബോബന്മാരാവട്ടെ അല്ലെങ്കിൽ അങ്ങനെ അബ്ബന്മാരാവട്ടെ കേൾക്കാത്ത പേരായിട്ട് ഇത് കോവിഡ് എന്നുള്ളത്. എത്ര പേര് മരിച്ചില്ലേ. അല്ലാഹു അങ്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അപ്പൊ നബി തങ്ങ അണ്ട് ചൊന്നതെല്ലാം ഇണ്ട് പുലറിയോണ്ടുള്ളത് ഇണ്ട് നേരായിട്ടുള്ളത്. എത്ര രോഗങ്ങള് ഞങ്ങളെ ഈ കൺമുമ്പിൽ കണ്ടോണ്ടുള്ള റസൂലുള്ളാഹി ചൊന്ന ഒരുപാട് ഹദീസില് ചൊന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ന്യൂ ജനറേഷനായ ആധുനിക സമുദായത്തിൽ നടന്നിട്ടുള്ളത്. ഒരുപാട് നടന്നു കഴിഞ്ഞതുണ്ടോ നടന്നുകൊണ്ടുള്ളതുണ്ടോ ഇനി നടക്കൂ ബാക്കിയുള്ളതുണ്ട്. അതെല്ലാം ആയി പിന്നെ മഹദി ഇമാമയുടെ അല്ലാഹു തആല ഈ ദുനിയാവ് കടത്തരുത്. ഇതങ്ങ് ചൊന്നില്ലേ അതായത് വ്യഭിചാര പരസ്യമാവിടെ എനിക്കത്തെ ഒരു കാലം വരും. പബ്ലിക്കായിട്ട് വ്യഭിചാരം നടത്തൂ. അതിനെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആക്കണിക്കത്തെ ഒരു അവസ്ഥ ആ കാലഘട്ടത്തിൽ വരും. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പാട്ട് ചെയ്തു എത്ര സൈറ്റ് ഇണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. എത്ര പൂർണ്ണ വീഡിയോ ഇന്റെ സൈറ്റ് എടുത്ത് നോക്കിയെങ്കിൽ എത്ര കണ്ടുകൊണ്ടുണ്ടോ. ഹബീബായ തങ്ങൾ ചൊന്ന ഹദീസ് എത്ര സത്യം എന്നുള്ളത് ഞങ്ങളെ കൊണ്ടത് വിശ്വസിക്കണായത് മുഅ്മിനീങ്ങളെ. പിന്നെ നബി തങ്ങൾ ചൊന്നത് ബഡ്ഡി വ്യവഹാര സുലഭായിട്ടോ. ബഡ്ഡി എടുക്കരുത് സുലഭായിട്ട് ആ കാലഘട്ടത്തിൽ കാണോ. ഇന്റെ നിങ്ങൾക്ക് ഒരു ലോൺ വേണമെങ്കിൽ ബാങ്കിടമേ ഫോൺ ആക്കിടാറ്. നിങ്ങൾക്ക് ലോൺ വേണോ ചെന്നിട്ടോ എത്ര ബാങ്കിടെ ഫോൺ വേണ്ടതില്ലേ. ബജാജ് ഫൈനാൻസ് ആവട്ടെ TVS പോലത്തെ ക്രെഡിറ്റ് പോലത്തെ ഇങ്ങനെ ഒരുപാട് ബാങ്കിടെ നിങ്ങൾക്ക് ഫോൺ വന്നോണ്ടുണ്ടോ. ഇതങ്ങ ചൊന്നത് വട്ടി ജാസ്തിയാവിടെ കാലം പറോ. സുബ്ഹാനല്ലാഹ്. പിന്നെ ചൊന്നത് ബൈൽ ഹുക്കം. ആധുനിക കാലഘട്ടത്തെ ആളമാർ ഇതും ശ്രദ്ധിക്കണോ. നബിതങ്ങ ചൊന്ന ഹദീസ് കാണാ കൈക്കോലി എടുക്കട ഭ്രഷ്ടാചാരത്തെ ആളുമാർ അണ്ട് ജാസ്തിയാവാറ്.
കൈക്കൂലി, അതായത് ഭ്രഷ്ടാചാര ജാസ്തി അവിടെ ഒരു കാലം വന്നെങ്കിൽ അതും ഖിയാമത്ത് നാളിന്റെ അടയാളാണ്ട് നബിയുനാ റസൂലുള്ളാഹി. എത്ര ഭ്രഷ്ടാചാരം നടന്നുകൊണ്ടുണ്ട്, എത്ര നടന്നുകൊണ്ടുണ്ട്. ഞങ്ങളെ ഒരു ഔത്ര സമ ഉണ്ടെങ്കിൽ, ഞങ്ങളെ ഡോക്യുമെന്റ് ഒന്ന് കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളെ വേറെ ഏതെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങളൊന്നും ആവണുണ്ടെങ്കിൽ അങ്കിത്ര ഞങ്ങ കൈക്കൂലി കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഭ്രഷ്ടാചാര പൈസ അങ്ങനെ കൈമടക്കാണ്ട് സ്വറാക്കാതെ എത്ര ആൾമാറുള്ള അല്ലെ. ഇങ്ങനെയുള്ള ഒരു കാലം വരുണ്ട്. 1100 വർഷത്തേക്ക് മുന്നുള്ള സമുദായത്തേക്ക് പടിപാടിയ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചൊന്നത് എല്ലാ ഹദീസും ഇന്നതോളം ഏതും കളവായതില്ല. പിന്നെ നബി തങ്ങൾ ചൊന്നു ശുറൂബുൽ ഖംർ, കള്ളുകുടിയും ലഹരിയും അത് ജാസ്തിയാവുടെ കാലം വരൂ. കള്ളുകുടിക്കട ആളുമാർ ജാസ്തിയാവർ, അതും ഖിയാമത്ത് നാളെ അടയാള. കസറത്തുൽ ഖത്ൽ, കൊലപാതകങ്ങൾ ജാസ്തിയാവും. സുബ്ഹാനല്ലാഹ്, കൊലപാതകങ്ങൾ ജാസ്തിയാവുടെ കാലം വന്നെങ്കിൽ അത് മഹദി ഇമാമിന്റെ അടയാള. കൊലപാതകങ്ങൾ ജാസ്തിയായോണ്ടില്ലേ എത്ര ആളുമാർ ഇന്ന് കൊന്നുകൊണ്ടുള്ള, രാജകീയത്തെ പേരിൽ കൊന്നോണ്ടുള്ളാറ്, സംഘടന പേരിൽ കൊന്നോണ്ടുള്ളാറ്, കുടുംബ കലഹത്തിൽ കൊന്നോണ്ടുള്ളാറ്, ലഹരിക്ക് എഡിക്റ്റ് ആയിട്ട് സ്വന്തം ചങ്ങായിമാരെയും കുടുംബത്തെ എലോണ് മൂത്തുണ്ടെയോ ജാഗര വിഷയത്തിലും ഇന്ന് കൊന്നോണ്ടുള്ളാറ്. നബി തങ്ങൾ ചൊന്നില്ലേ കൊള്ളുടോണ് കൊന്നില്ല നാനെന്തി കൊന്നോണ്ടില്ല, കൊല്ലപ്പെട്ടോണ് കൊന്നില്ല നണ്ടയെന്തി കൊന്നൊരേ. ഇങ്ങനെ ഒരു ചിന്തിക്കട കാലം വന്നെങ്കിൽ അത് ഖിയാമത്ത് നാളെ അടയാള. നബിയുനാ റസൂലുള്ളാഹി കൊള്ളോണ് കൊന്നില്ല നായെന്തിയോടെ കൊല്ലൂടെ, മരിച്ചാൽ കൊന്നില്ല നാനെന്തി കൊണ്ട് കൊന്നി. ആ ഒരു കാലഘട്ടം പറൂ കണ്ടില്ലേ എത്ര കൊലപാതകങ്ങൾ. സൂറത്തുകൾ നടന്നതായ മസൂദ് ജില്ല ഒരു ചെറിയ ബാലക്കാരുടെ കൊന്നത്, എത്ര ആളുമാരെ എത്ര രൂപത്തിലായിട്ട് കാരണം ഇല്ലാണ്ട് കൊന്നുകൊണ്ടുള്ളത്. രാജകീയത്തെ പേരിൽ കഴിഞ്ഞ 4-5 നാൾ മുന്നോളായിട്ട് കേരളത്തിൽ ഒരു സ്വന്തം ഒരു മോനു ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമർ ആയിട്ട് ഒരു ഉമ്മടെ മോനു പോന്നിട്ട് 20 വർഷത്തെ ആശിക്കുള്ള ഒരു മോനു സ്വന്തം ഉമ്മടെ കൊന്ന ഒരു സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ നാനും നിങ്ങൾ നോക്കിയങ്ങ കേട്ടേക്കാണ്. പോലീസുമാരിൽ ചൊന്നത് ഉമ്മടെ കൊല്ലകൊല്ല കാരണ ഉമ്മ നിന്റെ പെത്തേക്ക് വേനായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നന്റെ പെത്തേക്ക് വേനായിട്ട് ഞാൻ ഉമ്മ കൊടുക്കുന്ന ശിക്ഷ ലഹരിക്ക് എഡിക്റ്റ് ആയിട്ട് ഗാഞ്ചത്തേക്ക് എഡിക്റ്റ് ആയിട്ടുള്ള മോണു ഉമ്മടെ കൊന്നവർ അവസ്ഥ ആയിട്ട് മുഅ്മിനീങ്ങളെ അങ്ങനെ ഉള്ള ഒരു അവസ്ഥ തൊട്ട് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അല്ലാഹു സലാമത്താക്കട്ടെ. ലഹരി എന്നുള്ള മാദക വ്യസനത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ ബഹിഷ്കരിക്കണായി എനിക്ക് ആളുമ്മ അതിനെ കൊണ്ടിട്ട് ഇത്രമാ എഫക്റ്റ് ബറകൊണ്ടു അല്ലാഹു സലാമത്താക്കട്ടെ. അപ്പോ കൊലപാതകങ്ങൾ ജാസ്തി അവിടെ കാലം പറയും. കൊള്ളുടോണ് കൊന്നില്ല എന്തിക്ക് കൊന്നോണ്ടല്ലേ. അതല്ലേ വിശുദ്ധമായ ഖുർആൻ ചൊന്നത്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതലൻ നാസ ജമീആ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീആ. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഞങ്ങളെ പഠിപ്പാടിയത്, നീ ആരെങ്കിലും ഒരാളെ കൊന്നിട്ട് കണ്ടെങ്കിൽ, ഒരു മനുഷ്യനെ നീനെ കാരണം ഇല്ലാട്ട കൊന്നിട്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പാടിയത്, ആ സമുദായത്തെ നീന് കൊന്നതുപോലെ, ആ സമുദായത്തെ നീന് കൊന്നതുപോലെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നീന് ഹയാത്താക്കിയെങ്കിൽ, അഥവാ ആ മനുഷ്യന് നീനൊരു ബ്ലഡ് കൊടുത്തിട്ട് അവന്റെ ജീവൻ ഒളിപ്പിച്ചിട്ട് കണ്ടെങ്കിൽ മാനവ സമുദായത്തെ നീനെ ജീവിപ്പിച്ചതുപോലെ വിശുദ്ധമായ ഖുർആൻ ചൊല്ലുമ്പോ ഒരു മനുഷ്യരുടെ ജീവത്തേക്ക് കഅബാ ശരീഫുടെ ബഹുമാനം പോലുണ്ടോ, അതറിയാനായ മഹത്വ ഒരു മനുഷ്യരെ ജീവ കൊണ്ടോ ആരാരെ കൊള്ളുകൊണ്ട് സുലഭമായോണ്ടുണ്ടോ എന്തെങ്കില്ല കാരണമില്ലാതെ മനുഷ്യരെ കൊന്നുകൊണ്ടുള്ളാറ്. അല്ലാഹുവേ പടച്ചവനെ, ആ കൂട്ടത്തില് ഞങ്ങളെ മക്കളെ നീനെ പെടുത്തല്ല അല്ലാ. പിന്നെയും നബി തങ്ങൾ ചൊന്നത്, കസറത്തു ആധുനികമായ കാലഘട്ടത്തില് വ്യവഹാരങ്ങൾ ജാസ്തിയാവോ, ബിസിനസ് ജാസ്തിയാവോ, അങ്ങാടി എല്ലാം മുട്ടബണ്ട ഒരു കാലം വരൂ.
അങ്ങാടി മുട്ടബണ്ട കാലം പറോ അങ്ങാടി മുട്ടബണ്ട ചൊന്നെങ്കിൽ ഒന്നര ഒത്തിട്ടു പിന്നൊരു അങ്കടിക്കോ ആ രൂപത്തിൽ തകാസുറുൽ അസ്വാഖ് അങ്ങാടി അങ്ങാടി മുട്ടാവും ടൗണ് ജാസ്തിയാവും ടൗണ് ജാസ്തിയാവുടത് മഹാനായ മഹദി ഇമാമിന്റെ അടയാളം അതായത് ഖിയാമത്ത് നല്ല അടയാളം അണ്ട് സൗദി അറേബ്യ കാലം മറുഭൂമിയിലെ ലെവലായിട്ട് എനിക്കൊരു ഭൂമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുമ്പോ അണ്ട് ഒരു അങ്ങടി പോലും ആ കാലഘട്ടത്തിലില്ല അണ്ട് ഇന്ന് ഒരു ചെറിയ ചെറിയ സന്ത പോലെ ആ രൂപത്തിൽ ഇന്നല്ലാണ്ട് റസൂലുള്ള ചൊന്നതുപോലെ ആ റസൂലുള്ള ചൊന്നനിക്കുന്നതായ ടൗണും ആ കാലഘട്ടത്തിലില്ല. പക്ഷെ നബി തങ്ങൾ ചൊന്നേ ആ കാലഘട്ടത്തിലായിട്ട് അങ്ങാടികൾ ജാസ്തി. ഇത് ഹറാമൊന്നൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കൊരു ഹറാമ നബി തങ്ങൾ ചൊന്ന ഹറാമുണ്ടല്ല, അടയാളം ചൊന്ന ഖിയാമത്ത് നാളാവുമ്പോ ആ അടയാളത്തിൽ പെട്ടതായിട്ട് അങ്ങാടി ജാസ്തിയാവും, ടൗണുകളിൽ ജാസ്തിയാവും. പണ്ട് ടൗണിന്നത് ഒന്ന് മൈക്കാല വിട്ടെങ്കിൽ പിന്നെ പാണമോറ് ബണ്ടുവാളത്തായിട്ട് ടൗണിൽ ഇണ്ട്. അങ്ങനല്ല, ഇന്ന് മൈക്കാലത്ത് വിട്ടെങ്കിൽ മൊത്തം എന്തിരെ ടൗണ് സിറ്റി അല്ലെ. അഡ്യാറ്, പിന്നെ പറങ്കിവേട്ട, പിന്നെ തുമ്പെ, പിന്നെ ബിസി റോഡ്, കള്ളടക്ക, ഇങ്ങനെ മുട്ട എന്തിനുണ്ടോ ടൗണുണ്ട്. അങ്ങാടികളിൽ ജാസ്തിയായിട്ട് അങ്ങാടികളിൽ ജാസ്തിയാവുന്നത് ഷോപ്പിംഗ് മാള് പോലത്തെ വലിയ വലിയ മാള് കണ്ടതും അന്ത്യനാല് അടയാളത്തിൽപ്പെട്ടത് നബിയുനാ റസൂലുള്ളാഹി. പിന്നെ വിധങ്ങ ചൊന്നത് പെഞ്ഞായിട്ട് മാപ്പിളൊട്ടിಗೆ പെഞ്ഞായി പാർട്ട്ണറായിട്ട് കിട കാലഘട്ട മാപ്പിളൊട്ടിಗೆ പെഞ്ഞായി ബിസിനസ് പാർട്ട്ണറായിട്ടുള്ളത് അതും ഖിയാമത്ത് നാളിലെ അടയാള. മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണായ ഹദീസ്. മാപ്പിള പെഞ്ഞായുടെ പാർട്ട്ണറുടെ ഹറാമല്ല, ഹറാമണ്ട് കേൾക്കണ്ട, ഹറാമല്ല. പക്ഷെ എന്തിരെ അത് അടയാളം, അതൊന്ന് ഓർമ്മ വെച്ചോളൂ. അടയാളം മാത്രമേ വിധങ്ങൾ ചൊന്നത്. മാപ്പിളൊട്ടിಗೆ പെഞ്ഞായി ബിസിനസ് പാർട്ട്ണറായിട്ട് കൂട്ടരുത് ഒരു കാലം വരും. അത് അന്ത്യനാളിലെ അടയാളണ്ട് നബിയുനാ റസൂലുള്ളാഹി. പിന്നെ സ്വർത്തക്ക് പോവാ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പെണ്ണിടെ നിർബന്ധിക്കൊതിയ മാപ്പിള മങ്ങിലാവിടെ മുന്നോളൂ ആ പെണ്ണ് ഉമ്മ അബ്ബറ ബാപ്പടെ ബാപ്പ ചൊന്നതായിട്ട് പിന്നെ കേൾക്കണായി. പിന്നെ ഉള്ളത് മങ്ങിലായിൽ പിന്നെ ആ പെണ്ണിക്ക് പ്രാധാന്യത്തെ മാപ്പിള പിന്നെ ആയിട്ട് കിടാറ് ബാപ്പ. അപ്പൊ മാപ്പിള നിർബന്ധിക്കൊതീറ സ്വർത്തക്ക് പോണു എന്നുള്ള നിർബന്ധ മാപ്പിളയുടെ ഭാഗത്തേക്ക് ഒതീറ. ശറഈയായ നിയമത്തില് പോണ്ട രൂപത്തില് പോവാ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഹറാമു ബണ്ട രൂപത്തിൽ ആവുകൊതീറ. പിന്നെയും നബി തങ്ങൾ ചൊന്നത് തതാലുബൽ ബുനിയാ, ഉയർന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ ബണ്ടവറോ കാലം പറോ വലിയ വലിയ ബിൽഡിംഗ് പറോ ബുർജ് ഖലീഫയുടെ പോലത്തെ ക്ലോക്ക് ടവർ പോലത്തെ ആകാശം മുട്ടണിക്കത്തതായ വലിയ വലിയ ബിൽഡിങ്ങുകള് ആ കാലഘട്ടത്തിൽ ഉണ്ടാവോ. ഇനി ഏറ്റവും വലിയ ബിൽഡിംഗ് ബുർജ് ഖലീഫയുടെ ഡബിൾ ഉള്ളണിക്കത്തതായ ജിദ്ദയിൽ നടക്കുന്നതായ ഏറ്റവും ഒരു ബിൽഡിംഗ് അതിലെ സൊറയിണ്ടും നടന്നുകൊണ്ടുണ്ടോ. അങ്ങനെ ആകാശം മുട്ടതായ അമ്പര ചുംബികളെ പോലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകൾ ആ കാലഘട്ടത്തിൽ കാണുക സാധിക്കോ. ഖിയാമത്ത് നാളാവുമ്പോ കുടുംബമെന്നും ഒരിക്കട ഒരു കാലം പറൂ, കുടുംബമെന്നും ഒരിക്കട അവസ്ഥയെത്തൂ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇണ്ട് ഞങ്ങളെ കുടുംബമെന്ന് എത്ര ശരിയുണ്ടോ ഞങ്ങൾ ഒന്ന് ചിന്തിക്കണോ. സ്വന്തം എലോണ് മൂത്തോണ്ട മക്കയിന്റെ ശരിയില്ല, സ്വന്തം എലോണ് മൂത്തോണും ശരിയില്ല, ഒരേ അബ്ബടെ മക്കയിന്റെ ശരിയില്ലാത്ത രൂപത്തില് അങ്ങനെ ഉള്ള ഒരു കാലം പറൂ. അതായിട്ട് കിടന്ന് വിധങ്ങൾ ചൊന്നത് ആ കാലഘട്ടാവുമ്പോ ആധുനികമായ ഒരു കാലഘട്ടത്തില് ഖിയാമത്ത് നാളെ അടയാളത്തിൽ എന്നെ കണക്കാക്കുമ്പോ ചൊന്നത് സുബ്ഹാനല്ലാഹ്. അങ്ങ് കുടുംബമെന്ന് മുറിക്കിടതായ അവസ്ഥയിൽ പറോ. ഒരേ ഉമ്മടെ മക്ക ഒരേ ഔ തിന്നിട്ട് പോലും മുണ്ടിയോണ്ടില്ല. ഒരേ ഉമ്മടെ മക്ക ഒരേ ഔത്തുല് തെച്ചിട്ട് മുണ്ടിയോണ്ടില്ല. ഇണ്ട് ഒരേ ഔത്തുല് ജണ്ട് കിച്ചനുള്ള അവസ്ഥ, ഇണ്ട് ഒരേ ഔത്തുല് തെച്ചിട്ട് ജണ്ട് പെട്ട ചോറാക്കട അവസ്ഥ. ആ ഒരു കാലഘട്ടത്തിലായിട്ട് ഞങ്ങൾ നീങ്ങിയോണ്ടുള്ളത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചൊന്നില്ലേ ലാ യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്ത് പോവാത്ത ഒരാളുകൊണ്ടുണ്ട അവന് ഖാതിർ റഹ്മി
കുടുംബ ബന്ധം മുറിക്കണ ആളുണ്ടല്ലേ, കുടുംബ ബന്ധം മുറിക്കണ ആളുണ്ടല്ലേ, അവന് സ്വർഗത്ത് കടന്നു പോവാല. ഒരേ ഉമ്മടെ മക്ക ജാഗയുടെ വിഷയത്തില് അല്ലെങ്കിൽ ഏതോ ഒരു വിഷയത്തില് നബി തങ്ങൾ ചൊന്നില്ലേ, ലാ തഖൂമുസ്സാ, സ്വഹാബത്തേ സ്വഹാബത്തേ ലാ തഖൂമുസ്സാ, ഈ ഒരു കാര്യം പറയാണ്ട ഖിയാമത്ത് നാളാവല. ഏത് കാര്യം കൊണ്ടുണ്ടാ, തതനാകറൽ ഖുലൂബു വതഖ്തലിഫൽ അഖാബിലു വയഖ്തലിഫൽ ഇഖ്വാ മിനൽ അബി വ ഉമ്മി ഫിദ്ദീൻ. അബീമായ തങ്ങ ചെന്നത് ഹൃദയങ്ങൾ പരസ്പരം വെറുക്കടതായ സംസാരത്തിലാവട്ടെ പലക്കത്തിലാവട്ടെ വെറുക്കട ഒരു കാലഘട്ടം പറൂ. എങ്ങനെ ഉള്ള കാര്യം കൊണ്ടുണ്ടാ, ദീനീ കാര്യങ്ങള് ഉമ്മകും ബാപ്പകുത്തെ സഹോദരന്മാർ ജണ്ടാല എതിരാവിടെ ഒരു കാലം പറയാട്ടെ. ഖിയാമത്ത് നാള് സംഭവിക്കാല്. കണ്ടില്ലേ, കഴിഞ്ഞ നാല് ലക്ഷദ്വീപുള്ള ഒരു ദ്വീപിൽ നടന്നതായ ഒരു പള്ളി, രണ്ട് കുടുംബത്തെ ഇടയിലുള്ള ഒരു പള്ളി. ആ പള്ളിയിലെ രണ്ട് ഖതീബന്മാര് ഒരു മിമ്പറിൽ വെച്ചിട്ട് ഗലാട്ടാക്കട ഒരു വീഡിയോ സാമൂഹ്യ സോഷ്യൽ മീഡിയയിൽ നാനും നിങ്ങൾ കണ്ടങ്ങല്ലേ. ഒരേ അള്ളാഹുടെ പള്ളി, അവിടെ വേണായത് രണ്ട് ഖതീബന്മാരെ ഗലാട്ട. കാരണം എന്തേ, രണ്ട് കുടുംബത്തെ പ്രശ്നമില്ല. അവിടെ രണ്ട് കുടുംബത്തില് ഒരു അപ്പ രണ്ട് മങ്ങിലായ ഒരു പ്രശ്നം. രണ്ട് മങ്ങിലായിട്ട് അയാള് മരിച്ചിട്ട് രണ്ട് വലിയ മക്കളുണ്ട്. ആ പിഞ്ഞയിൽ ഒരു വലിയ മോണു, ഈ പിഞ്ഞയിൽ ഒരു വലിയ മോണു, രണ്ടാളും മൊയിലാക്കന്മാർ. പള്ളി കുറെ നാള് ഗലാട്ടായിട്ട് ബന്ധായ പള്ളി സൂറത്ത് എന്താക്കിയാറ്, പള്ളി ഓപ്പൺ ആക്കിയാറ്. ഒരുപാട് പ്രശ്നങ്ങൾ തീർന്നിട്ട് പള്ളി ഓപ്പൺ ആക്കിയാറ്. ഓപ്പൺ ആക്കിയിട്ട് പള്ളി വെല്യാസരുടെ പ്രശ്നം കുത്തുബോധനായത് ഈ അല്ലെങ്കിൽ ഈ മൊയിലാർ രണ്ട് വലിയ മക്കമേ. ആ രണ്ട് വലിയ മക്ക ഓതുന്നുണ്ട് ഗലാട്ട. സുബ്ഹാനല്ലാഹ്, എന്തേ, കുടുംബത്തെ വിഷയ ചെറിയ പ്രശ്ന പള്ളിയില് ഗലാട്ട അല്ലെ, മഹാസഭയില് കൂടുതലായിട്ട് ബലിച്ചിട്ട് എന്തൊരു വിഷയത്തില് കുടുംബ ശരിയില്ലാത്ത കുടുംബ ബന്ധം ഒരിക്കലേ ഒരു കാലം വന്നെങ്കിൽ അത് ഖിയാമത്ത് നാളുടെ അടയാള. ഒരേ ഔത്തുലിത് ചെയ്യലോണു മൂത്തോണു അല്ലെ. ഞങ്ങൾ സാധാരണ ചെല്ല ഞങ്ങളുടെ ഒരേ ഉമ്മയുടെ മക്കളെ പോലെ പേനോട്ട്. ഇനി അങ്ങനെ ചൊല്ലാവില്ല. കാരണം ഇത് ഒരേ ഉമ്മയുടെ മക്കമേ സമയമില്ല പിന്നല്ലേ. അപ്പൊ ആ രൂപത്തിലായിട്ട് ഞങ്ങൾ ഉള്ളത്. അപ്പോ കുടുംബ ബന്ധം ഒരുക്കിടതായ ഒരു കാലം വന്നെങ്കിൽ അത് ഇമാം മഹ്ദിബന്റെ അടയാളത്തിൽ എണ്ണിക്കണക്കാക്കിയതുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടുമ്പോ ഒരേ ഔത്തുൽ ജണ്ട് കിച്ചനുണ്ട്. അവോണ്ട് ജണ്ട് മക്ക ജണ്ട് മക്കളുമുണ്ടല്ലേ, മങ്ങിലായ ജണ്ട് മർമക്കമാറും ഓളുമുണ്ടല്ലേ, ഓളുമുണ്ടല്ലേ, എലണുമൂത്തിനുള്ള പ്രശ്നങ്ങൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ തൊട്ട് അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. മരണം വരെ ഞങ്ങളെ കുടുംബജീവന നല്ല രൂപത്തില് മുന്നോട്ടും പോകും. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നബി തങ്ങൾ ചൊന്നത് സൂഉൽ ജിവാർ, നരക്കരുടെ ആളുമാരെ സ്വഭാവം മോശമാവോ, നരക്കരുടെ ആളുമാരെ സ്വഭാവം മോശമാവിടെ ഒരു കാലം വന്നെങ്കിൽ അത് ഖിയാമത്ത് നാളെ അടയാള. നബിയുനാ റസൂലുള്ളാഹി പ്രസക്ത ഒരു സന്നിവേശത്തിൽ നടന്നുകൊണ്ടുള്ള ഒരു വിഷയമേ. ഇന്ന് ഞങ്ങളെ നരക്കരുടെ ആളുമാർ നോക്കണോ, എങ്ങനെ ഉള്ളാറ് നരക്കരുടെ ആളുമാർ ചെറിയ ചെറിയ വിഷയത്തിലെ ഗലാട്ട, കോലി പോയ വിഷയത്തിൽ അല്ലെങ്കിൽ മക്കളെ വിഷയത്തിൽ ഗലാട്ട. സാധാരണ മക്ക അടിയാക്കിട മക്ക ഗലാട്ടാക്കിട സ്വാഭാവിക. അത് മക്കമേ തീർക്കുക. ഞങ്ങൾ എന്താക്കോ തീരാ ഇടപെടക്കോ തീരാ. അങ്ങനത്തെ ഒരു വിഷയം മാത്രം ഞങ്ങ പോയിട്ട് എന്താക്കാ ഉണ്ട. അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെട്ടെങ്കിൽ എന്താവും, പിന്നെ അത് ഗുൽമാലാവും. അപ്പോ സ്വാഭാവികമായിട്ട് മക്കളുടെ പ്രശ്നം വരും. അപ്പൊ അതിനെ പരിഹരിക്കണായ മക്ക പരിഹരിക്കുക. പക്ഷെ ഞങ്ങൾ ഇടപെട്ടെങ്കിൽ പ്രശ്നം കൂടുവല്ലാണ്ട് കുറയാറ് അല്ലെ. എത്ര അങ്ങനെ ആയിട്ടുണ്ടോ മക്കളുടെ വിഷയത്തില്, എത്ര നരക്കരുടെ ആൾമാർ ഗലാട്ടായിട്ടുള്ള എത്ര ആൾമാർ. ചെറിയ ചെറിയ വിഷയത്തൗത്ത് കോലി വന്നതാ ആട് വന്ന വിഷയത്തില് നരക്കരുടെ ബഹുമാനം കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പാട്ടുമ്പോ എത്രത്തോളം ചെന്നെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരക്കരുടെ മഹത്വം ഇങ്ങനെ ചൊന്നിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ നമന ഒരു നരക്കരുടെ മഹത്വം ചൊല്ലുമ്പോ നാ വിചാരിച്ചു പോയ നന്റെ ജാഗയുടെ പാതി സ്വത്തുമീട്ട് നരക്കരക കൊടുക്കണാവൂ എന്ന് നാണ് ഓർത്തിട്ട് പോയാണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങ ചൊല്ലുമ്പോ അത്രത്തോളം പ്രാധാന്യമായിട്ട് ഒരു നരക്കര ഉള്ളത്. പിന്നെ നബി തങ്ങ ചൊന്നത്
പിന്നെ നബി തങ്ങൾ ചൊന്നത് ആ സൂൽ ജിവാർ നരക്കരുടെ സ്വഭാവം മോശമാവുടത് അന്ത്യനാല് അടയാളത്തിൽ പെടുമ്പോ ഇണ്ട് ഒരുപാട് പൊതുതപ്പാട്ടുള്ളത് നരക്കരുടെ ആളുമാർ പൊതുതപ്പാട്ടെ എത്ര പൊതുതപ്പില്ല മുഅ്മിനീങ്ങള് സുബ്ഹാനല്ലാഹ് നല്ല നല്ല കുടുംബം വരുമ്പോ അസൂവലും നരക്കരടങ്ങളെ അസൂവല പൊതുതപ്പാട്ട് എത്ര ആളുമാറുള്ള വല്ലാഹി അല്ലാഹു തന്നെ സാക്ഷിട്ടോണ്ട് ചെന്നോണ്ടുള്ള അങ്ങനെ മുനാഫികളുടെ സൊറ എടുക്കണമുള്ളല്ലേ ഒരു കാലത്തും അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു സറ എത്ര പൊതുതപ്പാട്ട് അല്ലെ കാരണം വലിയതൊന്നും ചൊല്ലൂല്ല അല്ലെ ഇപ്പൊ ചില പാറം കേൾക്കുവാറ് അപ്പുറത്തെ ഒത്തിരി ഇക്ബാലാക്കട അല്ലെ നെഫ്സാദര് മോന് എങ്ങനെ നല്ല ചെറുക്കമാ അല്ലെങ്കിൽ മോള് എങ്ങനെ കേൾക്കുമ്പോ ചൊല്ലി നാനൊന്നും ചൊല്ലൂല്ലപ്പ നാ ചൊന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഫിത്തനാവും ഞാൻ എന്തു ചൊല്ല വേണ്ടപ്പ നല്ലൊന്ന് കേൾക്കണ്ട അത്ര ചെന്നമ്മേ മയ്യാവും ചെല്ല അത്രയും നാണ് ചൊല്ലൂല്ല മക്കിയത് ആരാരോ നീ ആരെല്ലാം കേൾക്കും തീന്തോടെ പിന്നെ അവർക്ക് വേണ്ട ക്യാൻസൽ ആക്കണം അല്ലെ അങ്ങനെ ഒരു അവസ്ഥയിലായിട്ട് മുഅ്മിനീങ്ങളെ ആ ഒരു സ്വഭാവം നിങ്ങൾ വിട്ടുപോകും അങ്ങനെയുള്ള ഒരു സ്വഭാവം നിങ്ങൾ തീറ നരക്കരൽ എന്തെങ്കിലും ഒരു കാരെടുത്തെങ്കിൽ നിങ്ങൾ അസൂയ കാട്ടറല്ല ഇത് അവണു കട്ടതായിട്ടിക്കു അല്ല അവ കെട്ടുമ്പോ ഇത് എവിടെങ്കിൽ ആരാരെ കട്ട പൈസ ആയിട്ടിക്കുവാ ആ രൂപത്തിൽ ഞങ്ങൊന്ന് ചൊല്ലുത്തില്ല അവൻ കാരെടുത്തെങ്കിൽ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് കാരെടുത്തല്ലേ നല്ല വിഷയം നമുക്ക് അർജന്റ് കിട്ടുവല്ലേ ആ ഉള്ള ചിന്ത ആയിട്ടിക്കോ നമുക്ക് വേണം അല്ലാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ പിന്നെ നബി തങ്ങൾ ചൊന്നത് വതശബ്ബുൽ മശീഖ പ്രായമുള്ള ആളുമാർ ബാലക്കാരമാർ അവിടെ അവസ്ഥ പറു നബിയുനാ റസൂലുള്ളാഹി വയസ്സന്മാർ ബാലക്കാരന്മാർ അവിടെ കാലം പറയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കുക എത്ര വയസ്സന്മാരായ ആളുമാർ നല്ല എങ്ക് പോലെ കാണും അല്ലെ കുറെ അങ്ങനെയുള്ളവർ കുറെ അങ്ങനല്ല താടിക്ക് കറുപ്പും മുടിക്ക് കറുപ്പും തേച്ചിട്ട് ബാലക്കാരൻ അവിടെ കുറെ ആളുമാറുള്ള ഹറാമല്ലേ ഡയ്യാക്കടത് ഹറാം ബാത്റൂമിൽ പോകുമ്പോ ടോയ്ലറ്റ് ബാത്റൂമിൽ പോകുമ്പോ നല്ല വയസ്സ് പുറത്തേക്ക് പോകുമ്പോ നല്ല ബാലക്കാരായിട്ട് വേണ്ട നല്ല കറുപ്പിച്ചിട്ട് കറുപ്പാക്കിട്ട് നല്ലൊരു ബാലക്കാരന്മാർ ലുക്കില് വേണ്ട ഹറാം തലക്കും താടിക്കും കറുപ്പ് തേക്കിടത് ഹറാമുണ്ട് നബിയുനാ റസൂലുള്ളാഹി മഹാന്മാരായ പണ്ഡിതന്മാർ പടിപാടിയത് അത് ഉളു എന്താവില്ല തണ്ണി തട്ടാത്തത് കൊണ്ട് ഹറാമാവും കുലി ശരിയാവല ജനാപത്ത് കാരണായ കുലി ശരിയാവല ഉളു ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവല നിസ്കാരമല്ല ഓത്തും എന്നും ശരിയാവല അള്ളാഹു ഞങ്ങളെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ ജാഗ്രത കുറു വയസ്സന്മാർ ബാലക്കാരന്മാരെ കോലം കെട്ട കാലം വന്നെങ്കിൽ മഹദി ഇമാമന്റെ അടയാള പിന്നെ നബി തങ്ങൾ ചൊന്നത് യോഗ്യതയില്ലാത്ത ആളുമാർ അധികാരത്തിൽ വരവോ യോഗ്യതയില്ലാത്ത എന്തുമല്ലാത്ത ഒരാള് അധികാരത്തിൽ വേണ്ടത് മഹദി ഇമാമന്റെ അടയാള ഇദാ ഉസ്സിദൽ അംറി ഗൈരി അഹ്ലിഹി ഫന്തദിറുസ് സാഅ അനർഹരായ ആളുമാർ ഉത്തരവാദിത്വം കൊടുക്കരുതോ അധികാരം വന്നെങ്കിൽ അത് അന്ത്യനാളെ അടയാള നബിയുനാ റസൂലുള്ളാഹി അനർഹരായ ആളുമാർ അധികാരം ഏറ്റെടുക്കരുതോ നിന്യന്മാരായ ആളുമാർ ഉയർത്തര ആളുമാർ താഴ്ത്തര ഒരു കാലം വന്നെങ്കിൽ അത് മഹദി ഇമാമന്റെ അടയാള ഇന്നത്തെ സാമൂഹിക ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടുള്ളത് അധികാരം ഇല്ലാത്ത ആളുമാർ അനർഹരായ ആളുമാരുണ്ട് അധികാരം വന്നുകൊണ്ടുള്ളത് എന്തുകൊണ്ടില്ലാത്ത ആളുമാർ ഏത് വിഷയത്തിനും പിടുത്തമില്ലാത്ത ആളുമാർ അങ്ങ് അധികാരത്ത് വേണ്ടത് അത് ഖിയാമത്ത് നാൾ അടയാള ഏതു അധികാരമാവട്ടെ പള്ളി അധികാരമാവട്ടെ രാഷ്ട്രീയത്തെ അധികാരമാവട്ടെ മന്ത്രിമാരാവട്ടെ അല്ലെങ്കിൽ ഏതോ ഒരു പ്രധാനമന്ത്രിമാരാവട്ടെ അല്ലെങ്കിൽ ഏത് മന്ത്രി സ്ഥാനത്തുള്ളങ്ങാവട്ടെ ഏത് സ്ഥാന അധികാരം ഏറ്റെടുക്കരുത് അനർഹയുടെ കയ്യിൽ നിങ്ങൾ കൊടുത്തിട്ട് കണ്ടെങ്കിൽ അത് അന്ത്യനാളെ അടയാള നബിയുനാ റസൂലുള്ളാഹി ദഹാബുസ് സ്വാലിഹീൻ നല്ല നല്ല ആളുമാർ മരിച്ചു പോവാറ് സുബ്ഹാനല്ലാഹ് നല്ല നല്ല ആളുമാർ
മരിച്ചു പോവാറ്. എത്ര ആളുമാരല്ലേ മരിച്ചു പോയോണ്ടുള്ളത്. കണ്ടില്ലേ ഇന്നലെ ജാവും മരണപ്പെട്ടു പോയതായ ബഹുമാനപ്പെട്ട മാസ്റ്റർ. എത്ര സ്റ്റുഡന്റുമാർക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്തതായ നല്ലവരും മജീദ് മാസ്റ്റർ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ. പടച്ചവനെ സദസ്സിലെ ബറക്കത്ത് കൊണ്ടിട്ടു സ്വർഗം കൊടുക്കണേ അല്ലാ. അയാളെ ഖബർ ജീവിതം വിശാലമാക്ക് അല്ലാ. അയാളെ മണ്ണറ നീ മണിയറാക്ക് കൊടുക്കണേ അല്ലാ. അങ്ങനെ നല്ല നല്ല ആലമാര് ലോകത്തോട് വിട പറഞ്ഞു പോണത് അത് അന്ത്യനാള് അടയാള മുഅ്മിനീങ്ങളെ. എത്ര സ്വാലിഹീങ്ങളല്ലേ മരണപ്പെട്ടു പോയത്. ആദം നബി മുതൽ പല കാലവും കഴിഞ്ഞില്ലേ. അതിനത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എത്ര ആളുമാരല്ലേ മരിച്ചോണ്ടുള്ളത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരു ചിന്തയില്ലാത്തത്. നല്ല നല്ല സ്വാലിഹീങ്ങളായ ആളുമാര് മരണപ്പെട്ടു പോണ്ടത് അത് അന്ത്യനാല് അടയാളാണ്ട് ചൊന്നല്ലേ. ഇക്റാമുൽ ഫസാഖ വയുഹാനുൽ കിറാം. അല്ലാഹു ബഹുമാനിച്ച ആളുകാല ബഹുമാനിക്കാത്ത ഒരു കാലം വന്നെങ്കിൽ അത് ഖിയാമത്ത് നാളെ അടയാള. അള്ളാഹു ബഹുമാനിച്ച ആളുമാരെ ബഹുമാനിക്കാണ്ടിക്കരുത്. അത് അന്ത്യനാൾ എണ്ണിക്കണക്കാക്കിയതിന്റെ ദീവനാ റസൂലുള്ളാഹി. അള്ളാഹു ബഹുമാനിച്ച കൂട്ടർ ഔലിയാക്കന്മാരെ ബലവെക്കാണ്ട് ഔലിയാക്കന്മാരെ കളിയാക്കണിക്കത്തെ ആളുമാർ എത്ര ആളുമാരില്ലേ. അല്ല, അല്ലാഹു ബഹുമാനിച്ച ഒരുപാട് ആലിമീങ്ങളായ പണ്ഡിതന്മാരായ ഒരുപാട് ഉസ്താദുമാർ. ആ ഉസ്താദുമാരൊക്കെ ബല വെക്കാണ്ടിക്കടത് ഖിയാമത്ത് നാളിലെ അടയാളം ചെല്ലുമ്പോ പിന്നെ നിബിതങ്ങ ചൊന്നത് സിദ്ഖ് റഅയൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ ആളുമാർ കിനാവ് കണ്ടത് നേരാവിടെ ഒരു കാലം വരും. ചിലപ്പോ ഒരു കിനാവ് കണ്ടു. ആ കിനാവ് കണ്ടത് ചിലപ്പോ അത് നേരാവിടെ ഒരു സാധ്യത ചിലപ്പോ ചൊല്ലേ മുഞ്ഞേണ്ട ആ കിനാവ് കണ്ടോള. അതേപോലെ ആയി നല്ല നല്ല ആളുമാർ കിനാവ് കാണ്ട ഒരു കാലം വന്നെങ്കിൽ അത് മഹ്ദി ഇമാമന്റെ അടയാള നബിയുനാ റസൂലുള്ളാഹി. പിന്നെ നബിതങ്ങ ചൊന്നത് കസ്റത്തുൽ മൗത്തിൽ ഫുജഅ. പെട്ടെന്നുള്ള മരണങ്ങൾ കണ്ടത്, പെട്ടെന്നുള്ളതായ ആക്സിഡന്റ് പോലത്തെ മരണങ്ങൾ കണ്ടത് അത് ഖിയാമത്ത് നാളെ അടയാള. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ജനുവരി തിങ്കളില് എത്ര ഉസ്താദുമാർ മരണപ്പെട്ടു പോയില്ലേ. സ്വാലിഹീങ്ങളായ ആളുമാർ എത്ര അപകടത്തിൽ മരണപ്പെട്ടു പോയില്ലേ. കഴിഞ്ഞ വെള്ളിയാഴ്ച അബൂബക്കർ സിദ്ദീഖ് റസ്വി ചൊല്ലിയ ഒരു ഉസ്താദ് പരിശുദ്ധമാക്കപ്പെട്ട ജുമാടെ ചെല്ലുമെന്നുള്ള ലോകത്തോടെ വിട പറഞ്ഞു പോയില്ലേ. കോണാചൽ ഒരു ആക്സിഡന്റ് മരണപ്പെട്ടു പോയില്ലേ. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അങ്ങനെ ആകസ്മികമായിട്ടുള്ള മരണങ്ങള് പെട്ടെന്നുള്ള മരണങ്ങളല്ലേ നടന്നുകൊണ്ടുള്ളത്. ഞങ്ങളെല്ലാ കൊണ്ടുള്ളത് പോലെ ഞങ്ങളെ MT മോണാക്കട മോള് ശബാനാശുള്ള ഒരു പാവപ്പെട്ട ഒരു പെണ്ണ് പെട്ടെന്നുള്ള മരണപ്പെട്ടിട്ടല്ലേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. പടച്ചവനെ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഈ പള്ളിയുടെ ബറകത്ത് കൊണ്ട് ശബാന ചൊല്ല ആ പെണ്ണുക്ക് നീര് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഖബർ ജീവിതം നീ വിശാലമാക്കണേ അല്ലാ. അങ്ങനെ എത്ര മരണങ്ങളല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടുള്ളത്. പെട്ടെന്നുള്ള മരണങ്ങളല്ലേ കണ്ടുകൊണ്ടുള്ളത്. ഇന്ന് ഒരുപാട് ആക്സിഡന്റ് മരണപ്പെട്ടു പോണ്ടത് ഞങ്ങളെ പാലക്കാരന്മാരല്ലേ മരണപ്പെട്ടുകൊണ്ടുള്ളത്. ജാഗ്രത കുറോ. അങ്ങനെ എത്ര ആളുമാരല്ലേ മരിച്ചുകൊണ്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ കണ്ട ഒരു സാഹചര്യം വന്നെങ്കിൽ അത് മഹാനായ മഹ്ദി ഇമാമന്റെ അടയാളോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാടി തരുമ്പോ എത്ര മരണങ്ങളല്ലേ പെട്ടെന്ന് ഇപ്പൊ ഞങ്ങൾ മുണ്ടിട്ട് പോയ ആള് ഞങ്ങൾ ഔത്തുകെത്തുമ്പോ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയ വാർത്തകളായിട്ട് ഞങ്ങൾ കേട്ടോണ്ടുള്ളേ.
സഡൻ മരിക്കട്ടെ, ആക്സിഡന്റ് പോലത്തെ മരണം, ഹാർട്ട് അറ്റാക്ക് പോലത്തെ മരണം. കഴിഞ്ഞ ഒരു മലപ്പുറം ജില്ലയിൽ നടന്നതായ ഒരു ഫൈസി ബിരുദധാരി എടുക്കണായ ഒരു ഉസ്താദ് ആക്സിഡന്റ് മരണപ്പെട്ടപ്പ തെല്ല് ഒരു വാരം കഴിഞ്ഞിട്ടായിട്ടിക്കിട് ഈ ഉസ്താദ് ഉഷാറായോണ്ട് ബറുമ്പായിട്ടിക്കിട് ആ ചങ്ങായി മരിച്ച വാർത്ത ചൊന്നപ്പ ഈ ഉസ്താദ് ഹാർട്ട് അറ്റാക്ക് കൊണ്ടിട്ട് മരിച്ചുപോയി. അല്ലാഹുക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. എത്ര ആള് മരിച്ചോണ്ടുള്ള പെട്ടെന്നുള്ള മരണ. അള്ളാഹു ആ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടിട്ടോ അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അള്ളാഹു സലാമത്താക്കട്ടെ. പിന്നെ വിധങ്ങൾ ചൊന്നത് അതായത് എഴുതുന്നത് ജാസ്തിയാവും, എഴുത്ത് ജാസ്തിയാവും. ഇണ്ട് ഒരുപാട് എഴുതുള്ളതായ ആൾമാർ, കുറെ ആളുമാറുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിരണിക്കത്തതായ ആളുമാർ. എത്ര ആളുമാറുള്ള എന്റെ ഞങ്ങൾ വാർത്താ മാധ്യമത്തിൽ എഴുതിരനിക്കത്ത് മാസിക ഉണ്ട്, അതേപോലെ ഡെയിലി പണ്ടതായ ന്യൂസ് പേപ്പർ ഉണ്ട്. അങ്ങനെ എഴുതുക ലേഖന എഴുതിരണിക്കത്തതായ ആളുമാറുള്ള ഇങ്ങനെ എഴുത്ത് ജാസ്തി ആവുന്ന ഒരു കാലം വരും അല്ലെ. എന്റെ വാട്സപ്പ് നോക്കി ഒരാളെ ഫിത്തനാക്കുകയോ വാട്സപ്പിൽ കുറെ എഴുതികമയ്യോ അതിൽ ഓതുക ആളുണ്ട്. നല്ലത് എഴുതിരം കൊള്ളാറ്, ബെടക്ക് എഴുതിരം കൊള്ളാറ്. എടുത്ത് ജാസ്തി ആവുന്ന ഒരു കാലം വന്നെങ്കിൽ അത് ഖിയാമത്ത് നല്ല അടയാള. കസറത്തുൽ കദിബ്, കളവ് വർദ്ധിക്കിട കാലം വരൂ. എത്ര ആളുമാര് കളവ് ചൊല്ലുടെ, ബായ് തുറന്നെങ്കിൽ കളവ് ചൊല്ല ആളുമാര്. തമാശക്ക് പോലും കളവ് ചൊല്ലുക തീരാണ്ട് പഠിപ്പാണ്ടിയത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം. എത്ര കളവോ ഓണാക്കിയ ചങ്ങായിമാര് ചൊല്ലി എവിടെയുള്ള ചിലപ്പോ പലരെ ഭർത്താവിടെ. ഞാനൊരു മങ്ങിലത്തേക്ക് പോയപ്പ നാ ബാക്കിൽ വെച്ചിട്ടുള്ള പുറത്തെ ഫോൺ ആക്കിയതല്ല എവിടെയുള്ള ഞങ്ങളുടെ മഞ്ഞനയുടെ അപ്പുറത്തുള്ള അങ്ങനെ എത്തിയത് ഗ്രാമച്ചവിടെ എത്തിയ ഉള്ളവിടെ മഞ്ഞനാടി ഓൻ ചൊല്ലെന്തിരി ഗ്രാമച്ചവിടെ എത്തി. ഇപ്പൊ പണ്ട നാ മുക്കുരു കിസല് കേട്ട എന്തൊരു കേട്ട മെല്ലെ ഇങ്ങനെ കുട്ടിട്ട്. അപ്പൊ എതിരെതിരെ കളവ് ചൊല്ലി കളവ് ജാസ്തി അവിടെ ഒരു കാലം വരും. എപ്പ നോക്കിയും വായി തുറക്കിട കളവ്. എത്ര സത്യമായിട്ടൊരു കളവ് ചൊല്ലി ആളുമാറുള്ള കളവ് ചൊല്ലി ആള് ജാസ്തി അവിടെ ഒരു കാലം വന്നെങ്കിൽ അത് മഹദി ഇമാമന്റെ അടയാള നബിയുനാ റസൂലുള്ളാഹ്. നോക്കൂ എത്ര റസൂലുള്ളാഹിന്റെ ഹദീസ് ഒന്ന് നോക്കൂ. എന്ത് നല്ല ഹദീസ്. എവിടെങ്കിൽ കളവ് ഉണ്ടതില് ഇന്റെ റസൂലുള്ളാഹ് ഉണ്ട് ചൊന്നതല്ലേ ഇന്റെ ആയുണ്ടുള്ളത്. ഇത് ഞാൻ ചൊന്ന പലക്കൊന്നുള്ള മഹാന്മാരായ ആലിമീങ്ങളായ പണ്ഡിതർ മുഹദ്ദിസന്മാർ ഞങ്ങൾ പഠിപ്പാണ്ടി ഹദീസായിട്ട് ഇതെല്ലാം കളവ് വർദ്ധിക്കിട കാലം വന്നെങ്കിൽ അതായിട്ട് കേട്ടിട്ട് ഒരുപാട് ന്യൂസ് ബായ് തുറക്കിട കളവ്. ഒരുപാട് ചാനലുണ്ട്. കർണാടകയിലുള്ളതായ ചാനലാവട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ചാനലാവട്ടെ ഇണ്ട് കളവ് എന്ത് വിഷയം എന്തെങ്കിലും തുറക്കിട കളവ്. ഏതെങ്കിലും ഒരു പേര് മുസ്ലിമിന്റെ പേരുന്നെങ്കിൽ അതിൽ ഹൈലൈറ്റ്സ് ആക്കിയിട്ട് കേടുകയെ കളവ് ചൊന്നിട്ടു ആ ഒരു വിഷയം മാത്രം ചൊല്ല എനിക്ക് ഒരു സാഹചര്യം അല്ലെ. കളവ് ജാസ്തി അവിടെ കാലം വന്നെങ്കിൽ അത് മഹദി ഇമാമന്റെ അടയാള നബിയുനാ റസൂലുള്ളാഹി. പിന്നെ ആയിട്ട് നബി തങ്ങൾ ചൊന്നത് മന്ത്രിമാർ, അധികാരത്തിലുള്ള ആളുമാര് അങ്ങ് കള്ളന്മാർ അവിടെ കാലഘട്ടം വന്നെങ്കിൽ അത് മഹദി ഇമാമന്റെ അടയാള. എത്രയെത്ര മന്ത്രിമാരല്ലേ കട്ടോണ്ടുള്ളത്. അങ്ങനെ ഉള്ളതായ ഒരു കാലം വന്നെങ്കിൽ അത് മഹദി ഇമാമന്റെ അടയാള. പിന്നെ അതമു തസബ്ബുതി ഫി നഖലിൽ അഖ്ബാർ, വാർത്താ മാധ്യമത്തില് ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുമാർ കടന്നു വരുക. ആരോ എന്തോ ചൊന്നണ്ട കണ്ടെങ്കിൽ അതിന് വാർത്തയിൽ എഴുതിരണിക്കുന്ന ഒരു കാലം വരോ. ഉത്തരവാദിത്വം ഇല്ലാത്ത ന്യൂസുകൾ വരോ. അത് പണ്ടുണ്ട് കണ്ടെങ്കിൽ മഹദി ഇമാമന്റെ അടയാള നബിയുനാ റസൂലുള്ളാഹി. കസറത്തു ഷഹാദത്തു സൂദ്, കള്ളസാക്ഷി ചൊല്ലത് യാറാവോ. കള്ളസാക്ഷി ചൊല്ലത് യാറാവോ. കള്ള ജാമ്യം നിക്കണിക്കത്തതായ ആളുമാർ കള്ള കളവ് ചെന്നിട്ടു. അങ്ങനെ ഉള്ള ഒരു കാലം വന്നെങ്കിൽ അത് മഹദി ഇമാമന്റെ അടയാള നബിയുനാ റസൂലുള്ളാഹി. അതേപോലെ പിന്നെ ജന്നത് പരിചയമുള്ള ആളുമാർ പരിചയം ഇല്ലാത്ത പോലെ നടക്കുവാറ് ഇന്ന് നടന്നോണ്ടില്ലേ. ഞങ്ങൾക്ക് ഒരേ പഠിച്ച ക്ലാസ് ആയിട്ടിക്കോ, ഒട്ടിക ചങ്ങായി എന്ന ആളായിട്ടിക്കോ, ഒരേ ജമാഅത്തിലെ ആളായിട്ടിക്കോ കണ്ടിട്ട് കാണാത്ത പോലെ ആക്കിട ആളുമാർ. കണ്ടിട്ട് പോലും കാണാത്ത
അങ്ങനെ ഉള്ള ഒരു മനുഷ്യരുടെ സ്വഭാവ അത് തീരെ നല്ലതല്ല. കണ്ടെങ്കിൽ കാണാത്ത എനിക്ക് പോലെ നടക്കെണിക്കത്തായ കുറെ ആളന്മാർ പരിചയമുണ്ട്. ഒരേ ക്ലാസ്, ഒരേ ജമാഅത്ത്, എന്തെങ്കിലും ജമാഅത്തിലെ ഖതീബുള്ളു പോലും കണ്ടെങ്കിൽ കാണാത്ത എനിക്ക് ആക്കിയ ആളന്മാർ, സലാം ചൊല്ലാണ്ട് സീത പോണ്ട ആളന്മാർ. നബി തങ്ങൾ ചൊന്നില്ലേ, സലാമുൽ മാരിഫ, ഗുർത്തവുള്ള ആളുമാർക്ക് മാത്രം സലാം ചൊല്ല ഒരു കാലം വരൂ. ആ കാലം വന്നെങ്കിൽ നിങ്ങൾ ഖിയാമത്ത് നാളിലെ കാത്തു നിൽക്കുറുണ്ട് നബിയുനാ റസൂലുള്ളാഹി. ഗുർത്തുള്ള ആളുമാർക്ക് മാത്രം സലാം ചൊല്ലു. നന്റെ സംഘടന ആളുമാർക്ക് മാത്രം നാ സലാം ചൊല്ലു. നന്റെ രാജകീയ ആളുമാർക്ക് മാത്രം നാ സലാം ചൊല്ലി. അങ്ങനെ ഉള്ള ഒരു കാലം വന്നെങ്കിൽ അത് ഖിയാമത്ത് നാളെ അടയാളാണ്ട് നബി തങ്ങ പടി പാടുമ്പോ എന്തുകേറെ ചൊല്ലണോ. കണ്ടിട്ട് പോലും സലാം ചൊല്ലാത്ത എത്രയെത്ര മൊയിലാക്കന്മാരില്ലേ. എതിരിൽ നേരെ കണ്ടെങ്കിൽ പോളൂ, ഓ നന്റെ സംഘടനയിലുള്ള ആളല്ല, ഓ നന്റെ ജമാഅത്തിലുള്ള ആളല്ല ചെന്നിട്ടു. എത്രയെത്ര മൊയിലാക്കന്മാർ പോലും കണ്ടെങ്കിൽ സലാം ചൊല്ലാത്ത ആളുമാറ്, ഇനി സലാം ചൊന്നെങ്കിൽ മടക്കാത്ത ആളുമാറ്. എവിടെ പഠിച്ച സംസ്കാരമോ മിനിങ്ങളെ, ഒരാളെ കണ്ടെങ്കിൽ സലാം ചൊല്ലണുണ്ടല്ലേ. ലോകത്തൊക്കെ പഠിപ്പാടിയ ഹബീബായ റസൂലുള്ളാഹി, നിങ്ങൾ സലാം ജാസ്തിയാക്കറോ, നിങ്ങൾ സലാം ചൊല്ലറോ. സലാം ചൊന്നെങ്കിൽ പിരിസവറുണ്ട് പഠിപ്പാടിയ നിബിധങ്ങള് ഇണ്ട്. കണ്ടെങ്കിൽ പോലും സലാം ചൊല്ലാത്ത ആളുമാറ്. അങ്ങനെ ഉള്ള ഒരു കാലം വന്നെങ്കിൽ നിബിധങ്ങൾ ചൊന്നത് അത് ഖിയാമത്ത് നാളെ അടയാള നബിയുനാ റസൂലുള്ളാഹി. കണ്ടെങ്കിൽ സലാം ചൊല്ലണോ, ഒന്ന് മുണ്ടണോ, ഒന്ന് കൈ കൊടുക്കണോ. ഒന്ന് കൈ കൊടുത്തിരുന്നല്ലേ അസ്സലാമു അലൈക്കും. നല്ലൊരു സ്വഭാവത്തിൽ നല്ല ഒരു തവാദുൽ എന്താക്കണോ, സലാം ചൊല്ലണം. സലാം ചൊല്ലണം. പിന്നൊന്ന് ജാഗ്രത ആക്കണെന്തിരെ പൂടിച്ചിട്ട് കൈ ഇങ്ങനെ ഞക്കിടല്ല. ഒരാൾമാർ പിരിസ്തത്തിൽ ഒറ്റൊരു ഞക്കൽ. ചിലപ്പോ എന്തെങ്കിലും മോദറുണ്ട്, ഇനി മോദറുള്ള കായുടെ ഇങ്ങനെ ഞക്കിങ് എന്താവും, കൈ നമ്പലോ. അപ്പൊ സലാം ചൊല്ലും എന്താക്കത്തില്ല, സ്മൂത്തിൽ ഇങ്ങനെ കൈ കൊടുക്കും. കുറെ ആൾമാരെ കൈ കൊടുക്കും ഇങ്ങനെ കൊടുക്കണം. അത് അഹങ്കാരികൾ അടയാള കൊടുക്കും. ഒരു ഇത്ര കൈത്തണ്ട ആൾമാർ, അത് അഹങ്കാരികൾ അടയാളം. അങ്ങനെ കൊടുക്കും തീരാ. കറക്റ്റ് ഇങ്ങനെ എന്താക്കണം, ഇങ്ങനെ കൊടുക്കണം. ഏറെ ഞക്കും തീരാ. അവ സലാം ഗുർത്തുള്ള ആളുമാർക്ക് മാത്രം സലാം ചൊല്ല കാലം വന്നെങ്കിൽ നിങ്ങൾ മഹദി ഇമാമുടെ കാത്തു നിൽക്കുറുണ്ടു നബിയുനാ റസൂലുള്ളാഹി. പിന്നെ നബി തങ്ങൾ ചൊന്നത് മതനിയമങ്ങൾ ലംഘിക്കുവാറ്, ഇസ്ലാമിന്റെ ശറഈയായ നിയമങ്ങൾ ചൊന്നെങ്കിൽ അതൊക്കെ എതിരായിട്ട് നിൽക്കുവാറ്, അതിന് എതിരായിട്ട് പ്രവർത്തിക്കുവാറ്. ഇനി ഇസ്ലാമിന്റെ മതത്തെ ഒരാൾ ചൊന്നെങ്ക അയാളെ എതിരായിട്ട് നിൽക്കണ കാലല്ലേ. ഹക്ക് ചൊല്ലുമ്പോ അതൊക്കെ എതിരായിട്ട് നിൽക്കണ ആളുമാറ്. കഴിഞ്ഞ വാതിൽ നാണ് ഖബർ ഒരു വിഷയം എടുത്തപ്പാ, ഖബറുക മയ്യത്ത് വെക്കണ വിഷയം ചൊന്നപ്പാ എത്ര ആളുമാരല്ലേ അതിനെ എതിർത്തോണ്ടിരുന്നത്. അങ്ങനെ ഒരാൾ ഹക്ക് ചൊല്ലുമ്പോ അതിനെ എതിർക്കണ ഒരു കാലം വന്നെങ്കിൽ അത് നിബിതങ്ങ ചൊന്നത് അത് അന്ത്യനാള് അടയാളത്തിൽ എന്നെ കണക്കാക്കുമ്പോ പിന്നെ നിബിതങ്ങ ചൊന്നില്ലേ, 3 കാര്യം വെളിവാവാത്ത കാലത്തോളം ഈ സമുദായം നന്നാവല. 3 കാര്യം. ആ 3 കാര്യം ഈ സമുദായത്തിൽ പണ്ടുകൊടുത്തോളോ, ആ 3 കാര്യം വെളിവാവാത്ത കാലത്തോളോ ഈ സമുദായം നല്ല ശരീഅത്തിലായിട്ടുണ്ട്. ഈ 3 കാര്യമായിട്ട് പറാട്ടിക്കട്ടെ. അതിനർത്ഥം അത് 3 ബണ്ടെടുത്തോളോ ശറഈയായ നിയമം എന്തായിട്ടിക്കോ നല്ല ഒരു ശരീഅത്തായ രൂപത്തിലേക്ക് ഇസ്ലാമോട്ട് പഠിക്കും. 1 ഇൽമ പഠിക്കാത്ത കാലത്തോളം. എപ്പോ ഇൽമ കുറഞ്ഞോണ്ട് പണ്ട അണ്ട് ഇസ്ലാമുടെ ശറഈയായ നിയമ എന്താവും ഡൗൺ ആയിട്ട് ഇൽമ കുറഞ്ഞെങ്കിൽ. രണ്ടാമത്തത് വ്യഭിചാരത്തിൽ ഉണ്ടാവുടെ സന്താനങ്ങളെ ജാസ്തി അവിടെ കാലം പോറും. 3-മത്തെ നിബിധങ്ങൾ ചൊന്നത് വയുദ്ഹറു സഖാറു വയുദ്ഹറു സഖാറു. ഹബീബായ തങ്ങ ജന്തു സഖറാവോ സഖാറൂന വെളിവാവുടേണ്ട് നബിയുനാ റസൂലുള്ളാഹി. സ്വഹാബീങ്ങ കേട്ടാറ് നബിയേ നബിയേ വമ സഖാറൂ യാ റസൂലല്ലാഹ്. നബിയേ നബിയേ സഖാറൂ ചൊന്നെങ്കിൽ എന്തിന് നബിയേ? 3-മത്തെ സഖാറൂ ചൊന്നാറല്ല നബിയേ. എന്തിന് നബിയേ സഖാറൂ ചൊന്നെങ്കിൽ നശിയുൻ യകൂനൂന ഫീ ആഖിരിസ് സമാൻ തകൂനു തഹിയ്യതുഹും ബൈനഹും ഇദാ തലാഖൂ തലാഊ.
അങ്ങ് പരസ്പരം കാണുവാറ്. അങ്ങ് പരസ്പരം കാണുമ്പോ അങ്ങ് പരസ്പരം കണ്ടുമുട്ടുമ്പോ പെതമ്പ് ചൊന്നിട്ട് ഞങ്ങളെ പലക്കങ്ങ് തുടങ്ങുവാറ്. എങ്ങനെ അങ്ങ് ഒട്ടിക പരസ്പരം കാണുമ്പോ പെതമ്പു ചൊന്നിട്ട് മുണ്ടുവാറ്. നബിയുനാ റസൂലുള്ളാഹി ശാപ്പ ഇട്ടിട്ട് മുണ്ടുവാറ്. എങ്ങനെ എന്തല്ല അസ്സലാമു അലൈക്കും, നീ എവിടെ അടിമറിഞ്ഞിട്ടിന്നല സാധാരണ കേക്കില്ലേ, നീ എവിടെ ചത്തിരുന്നല്ല ഇത്ര നല്ല കണ്ടിട്ടില്ലേ നിന്റെ ആ രൂപത്തില് പെതമ്പു സാപ്പിട്ടിട്ട് മുണ്ടൊരു കാലം പോറും. എവിടെ ഇന്നലപ്പാ എവിടെ അടിമറിഞ്ഞിട്ടിരുന്ന നിന്റെ കണ്ടിട്ടില്ലല്ലോ ഇത്ര നാള്. ഇങ്ങനെ മുണ്ടൊരു ഒരു കാലം പോറുണ്ട് നബിയുനാ റസൂലുള്ളാഹി. എത്ര ആൾമാർ അങ്ങനെ മുണ്ടാറ്. പരിചയമുള്ള ആൾമാർ കിട്ടുമ്പോ സലാം ചെന്നിട്ട് നേരെ പെതമ്പ് ചെന്നിട്ട് മുണ്ടര് കുറെ ആൾമാർ. അതായിട്ട് നിബിധക ചൊന്നത്. അങ്ങനെയുള്ള സക്കാറുവും ചൊല്ല ഒരു വിഭാഗ നിങ്ങളെ സമുദായത്തേക്ക് ബറുവാറ്. അത് കണ്ടെങ്കിൽ പരസ്പര കണ്ടെങ്കിൽ പെതമ്പു ചൊന്നിട്ടങ്ങനെ അഭിമുഖീകരിക്കുവാറ്. അങ്ങ് പിന്നെ മുണ്ടുവാറുണ്ട് നബിയുനാ റസൂലുള്ളാഹി. പിന്നെ ചൊന്നത് ളുഹൂറുൽ മആരിഫി വൽ ഇസ്തിഹ്ലാലുഹാ. മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ അധികരിക്കട കാലം പറൂ. മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഹലാലാവുടെ കാലം പറൂ. അങ്ങനെ ഉള്ള ഒരു കാലം വന്നെങ്കിൽ അത് മഹദി ഇമാമന്റെ അടയാള നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് മ്യൂസിക് ഉപകരണങ്ങൾ ജാസ്തി ആയോണ്ടുണ്ടോ? ഇന്ന് ഞങ്ങളെ ഡിവൈസ് എടുത്ത് നോക്കിയെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മ്യൂസിക് ഇല്ലാണ്ട് ഉറങ്ങുകയില്ല. ഇന്ന് കാതുകൾ ബഡ്സ് വെച്ചിട്ടാ ഇയർഫോൺ വെച്ചിട്ടാ ഇന്ന് ഒരാൾ ഉറങ്ങുമ്പോ മ്യൂസിക് ഉപയോഗിച്ചിട്ടല്ലേ ഉറങ്ങേണ്ടത്. എത്ര മ്യൂസിക്കുകളെ ഹലാലായോണ്ടുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട നിബിധങ്ങളില് ആ ഒരു മീലാദ് റാലി വരുമ്പോ എത്ര പാട്ടുകളില് മ്യൂസിക് ഇട്ടുകൊണ്ടുള്ളത്. ഇസ്ലാമിക് ആയിട്ടുള്ള പാട്ടുകളും ഹറാമും മീനിങ്ങള്. ഇസ്ലാമിയുടെ പാട്ടുകൾ പോലും മ്യൂസിക് ഇടകു ഹറാമും മീനിങ്ങള്. എത്ര പേരല്ലേ ഒരു റാലി നടക്കുമ്പോ, എത്ര നല്ല ഒരു റാലി നടക്കുമ്പോ, ഹബീബായ തങ്ങളെ പേരിലെ മീലാദ് റാലി നടക്കുമ്പോ അതിൽ നടക്കണ ഒരു അനാചാരമല്ലേ ആ ഒരു DJ പാട്ട് വെച്ചിട്ട് മ്യൂസിക് വെച്ചിട്ടുള്ള പാട്ട് വെച്ചോണ്ട് പോണ്ടത്. അള്ളാന്റെ പേരുക പോലും ഇന്റെ പാട്ട് മ്യൂസിക് ഇട്ട കാല. അസ്മാഉൽ ഹുസ്നകിന്റെ മ്യൂസിക് ഇട്ട കാല. എന്തൊക്കെ ചൊല്ലണോ? ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖർറാ റളിയല്ലാഹു തആലയുടെ പാട്ടുക പോലും ഇന്റെ മ്യൂസിക് കണ്ടിട്ടില്ല. പാട്ട് ഇങ്ങനെ ബമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി അല്ലേ പെണ്ണിങ് ഡാൻസ് ആക്കിട്ട് കയ്യെല്ലാം കുത്താക്കിട്ട് ആരെ? ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖർറാർ സയ്യിദുൽ ശുഹദാ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു തആല അൻഹുടെ പാട്ടുക ഇട്ട് DJ പാട്ടിട്ട് പെണ്ണിങ് ഡാൻസ് ആക്കുന്ന ഒരു അവസ്ഥയിലായിട്ട് ആറ് മുസ്ലിം പെണ്ണിങ്. ഒന്ന് യൂട്യൂബിൽ സെർച്ച് ആക്കി നോക്കുക. വമ്പുറ്റ ഹംസ റളിയല്ലാഹു അൻഹു റീൽസ് നോക്കുക. ഇഷ്ടം പോലെ പെണ്ണിങ്ങിലെ ഡാൻസ് കാണും. ആറ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹുവിന്റെ ഭയത്തേക്ക് കത്തിട്ടിട്ട് ഹംസ റളിയല്ലാഹുവിന്റെ കർല് പുറത്തെടുത്തപ്പോ പോലും ഹംസ റളിയല്ലാഹു ബേജാറായിട്ടിക്കാലെ ഈ പെണ്ണിങ് ആ പാട്ടിക്ക് ഡാൻസ് ആക്കി കണ്ടെങ്കിൽ ഹംസ റളിയല്ലാഹു ബേജാറാണ്ടിക്കുക. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സുവാദിൽ മാറടാ വല്ലൽ നബി മഹ്മൂദർ ഹൗദിന് വെള്ളം കുടിക്കുന്നോടാരടാ അംബർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള സംഭാരമിൽ വന്ന് ചേരടാ ഖൈറുൽ ബറാ നബിയാർ കോളത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്മന്മാരുണ്ടെങ്കിൽ ഞാനൊന്നു കാണട്ടെ വന്ന് വിലക്കോട് വെള്ളം കൂടിച്ചാട്ട് തുമ്പിക്ക് മാമാദം പൊട്ടിയോടുങ്ങട്ട് സംസാരിക ആ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു ആരാധിക്കണാർ ഹംസ റളിയല്ലാഹു അൻഹു വഹ്ശുള്ള ഒരു സ്വഹാബി ഹംസ റളിയല്ലാഹു അൻഹു അമ്പെയ്ത് കൊണ്ടിട്ടായിട്ടിക്കട ഹംസ റളിയല്ലാഹു അൻഹു കൊന്നപ്പാ ഉഹുദ് യുദ്ധത്തിലെ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത് ഹിന്ദ് ചൊല്ല ഒരു പെണ്ണ് ഹംസ റളിയല്ലാഹു അൻഹു ഭയത്തിനെ മുറിച്ചിട്ട് അതിലുള്ള കുടൽമാല പുറത്തെടുത്തിട്ട് കള്ള് കുടിച്ചിട്ട് ഹംസ റളിയല്ലാഹു അൻഹു കർളുടെ ചൗച്ചിട്ട് തുപ്പിയതായ ആ ഹിന്ദ് ചൊല്ല ഒരു പെണ്ണിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചങ്ങല്ല മുഅ്മിനീങ്ങളെ. ആ സയ്യിദ് ശുഹദാ ഹംസ റളിയല്ലാഹു തആല അൻഹു ആ മഹാന്റെ പേരിലുണ്ട് പാട്ടുക മ്യൂസിക് ഇട്ടിട്ട് തുള്ളടിക്കത്തതായ നാണം കെട്ട യുവത്വമേ
അത് ഹറാമു മുഅ്മിനേ, ഹറാമു മുഅ്മിനേ. ഇണ്ട് ഞങ്ങളൗത്ത് നടക്കണതായ മങ്ങിലാവട്ടെ, അല്ലെങ്കിൽ സുന്നത്ത് മങ്ങിലാവട്ടെ, അല്ലെങ്കിൽ മൊയിലാഞ്ചാവട്ടെ, അതുപോലെ അല്ലാഹു ഹലാലാക്കിയതായ മങ്ങിൽ തണ്ട് പോലോ മ്യൂസിക് പാട്ടിട്ട് രസിക്കട മുസ്ലിമേ, ആറ് പഠിച്ച സംസ്കാര മുസ്ലിമേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ മ്യൂസിക്കിനെ കുറിച്ച് ചൊന്നത് ഹാദിഹി റുഖിയത്തു സിനാ, അത് സിനാടെ വ്യഭിചാരത്തെ മന്ത്രാണ്ട് പടിപാടിയത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. 2025 മങ്ങില നടക്കുന്നതായ ആധുനിക ന്യൂ ജനറേഷന്റെ മങ്ങിലത്തെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തിനു ചൊല്ലും മുഅ്മിനീങ്ങളെ? തോന്നിവാസത്തെ മങ്ങിലല്ലേ നടന്നുകൊണ്ടുള്ളത്, ആവശ്യമില്ലാത്തതല്ലേ മങ്ങിലത്തിൽ നടന്നുകൊണ്ടുള്ളത്, അത്ര നല്ല പ്രാധാന്യമുള്ള മങ്ങിലല്ലേ. അന്നിക്കാഹു സുന്നതി ഫമൻ നഹബ്ബ ഫിത്രതി ഫല്യസ്തന്ന ബിസുന്നതി. നബി തങ്ങൾ ചൊന്നില്ലേ, നിക്കാഹ് നിന്റെ ചര്യയിൽ പെട്ടത്, നിക്കാഹ് നിന്റെ സുന്നത്തിൽ പെട്ടത്, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണോ, നിന്റെ സ്വഭാവത്തെ നിങ്ങൾ ഇഷ്ടപ്പെടണോ. ആ നബി തങ്ങൾ ചൊല്ലുമ്പോ അങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാര്, മഹാന്മാരായ നബിമാര്, മഹാന്മാരായ അമ്പിയാക്കള് അങ്ങ് മങ്ങിലായങ്ങ നിങ്ങൾ നബിയേ മങ്ങിലാവനോ നബിയേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മങ്ങിലത്തെ കുറിച്ച് ചൊല്ലുമ്പോ ആ മങ്ങിലത്തോടെ നടക്കട അനാചാര എത്ര ഉണ്ട് മുഅ്മിനീങ്ങളെ. ഇതാ എൻഗേജ്മെന്റ് കാണ്ടവിടെ തുടങ്ങടല്ലേ ഇങ്ങനെ ഹറാമോ, എൻഗേജ്മെന്റോടെ തുടങ്ങട്, പെണ്ണ് കാണ പോണ്ടോടെ തുടങ്ങട്, ഇങ്ങനെ ഹറാമോ. എവിടെ പഠിച്ച സംസ്കാര മുസ്ലിമേ, ആറ് പഠിച്ച സംസ്കാര മുസ്ലിമേ. എൻഗേജ്മെന്റ് പോണ്ടിന്റെ കോലെന്നങ്ങ ചൊല്ലുകില്ലല്ലേ. ഒരുപാട് ഉസ്താദുമാർ പ്രസംഗിച്ചുകൊണ്ടുള്ളാറ്, ഒരുപാട് ആടളിത്ത സമീത്തിന് ആളുമാറും മുണ്ടിയോണ്ടുള്ളാർ. എന്നിട്ട് അതിനെ തടയുകോ ഇണ്ട് ആയോണ്ടില്ല എന്നുള്ളത് ഏറ്റമല്ല ബേജാറല്ലേ. എന്ന് നല്ല എൻഗേജ്മെന്റ് നടത്തണായല്ല നങ്ങ, അത് അന്തസ്സിൽ നടത്തണായതല്ലേ മുസ്ലിം സമുദായത്തെ ആളുമാറ്. ഇണ്ട് തോന്നിവാസത്തില് ഓരോ ഹാമ്പറിലും ഓരോ ചോക്ലേറ്റ് പൊടിച്ചിട്ട് എത്രമാ കേജ് കണ്ടല ചോക്ലേറ്റ് കൊടുത്തിട്ടോ ഇണ്ടതോലെ ചോക്ലേറ്റ് കാണാത്ത രൂപത്തിലല്ലേ കൊടുത്തോണ്ടുള്ളത്. ബുർജ് ഖലീഫയുടെ രൂപത്തിലുള്ള ചോക്ലേറ്റ്. ഇങ്ങനെ തോന്നിവാസം ആറ് പടിപാട്ടത് മുസ്ലിമേ. 1 2 3 ഹാമ്പറിലെ ചോക്ലേറ്റ് കൊടുക്കറോ, സ്വതക്ക എന്ന രൂപത്തിൽ കൊടുക്കറോ, ഹദിയ രൂപത്തിൽ കൊടുക്കറോ, പ്രശ്നമല്ല. ഇണ്ട് കൊടുക്കണത് സുബ്ഹാനല്ലാഹ് ഏത് രൂപത്തിൽ മുസ്ലിമേ. ആ പെണ്ണിടെ കാണ്ടത് പോലും മുഖവും മുങ്കയുമല്ലേ പടിപാടിയത്. ശരീരത്തെ ഭാരഭാഗം നോക്കണ്ട, അവലെ എങ്ങനെ നടക്കുന്ന നോക്കണ്ട, അവലെ കയ്യിൽ നിങ്ങൾ കൊടപ്പാന കൊടുത്തിട്ട് തണ്ണി കോറുക പടിപാടണ്ട. ഇസ്ലാം പടിപാടില്ലേ. ഇണ്ട് മങ്ങിലത്തവിടെ നടക്കണ അനാചാര യഹൂദി നസറാക്കളെ രൂപത്തിലല്ലേ നടന്നുകൊണ്ടുള്ളത്. ഓർക്കറോ മുസ്ലിമേ, ഇണ്ട് പെണ്ണ് കാണുക പോകുമ്പോ കുറെ ആളുമാർ ബ്രോക്കറും അതുപോലെ പെണ്ണ് ചെറുക്കട് ബാപ്പവുമായിട്ട് പെണ്ണ് കാണു പോണ്ട ഒരു സ്വഭാവമുണ്ടോ, കുറെ ജായലുണ്ടോ. അത് ശരിയല്ല മുഅ്മിനീങ്ങളെ. നിന്റെ പെണ്ണ് കാണ നീ കാണണായ പെണ്ണടെ ബ്രോക്കർമാർ കാണണായതല്ല പെണ്ണടെ. പിന്നാറ് കാണണോ, നീ മങ്ങിലാവുമ്പോ നീ നാട്ടിക്കണ പെണ്ണടെ നോക്കണായത്. നോക്കണായതൊന്ന് പെണ്ണടെ മുഖം നോക്കണോ, രണ്ടാമത്തെ കൈ നോക്കണോ. ജന്റെ സുന്നത്തുണ്ട്. എൻഗേജ്മെന്റ് പോയെങ്കിൽ അവിടെ നോക്കണായത് ഒന്ന് പെണ്ണടെ മുഖം മാത്രം, ജണ്ടവല് മുങ്കൈ മാത്രം. മുഖം നോക്കിയെങ്കിൽ പെണ്ണിടെ ഒരു ചന്ത കൊന്താവും ഏകദേശം, പെണ്ണ് ചന്തമുള്ള ആളെ കൊന്താവും. അതേപോലെ മുങ്കൈ നോക്കിയെങ്കിൽ പെണ്ണിടെ ശരീരത്തെ പുഷ്ടി മനസ്സിലാവും, ശുദ്ധി മനസ്സിലാവും. ഇത് രണ്ട് മാത്രമായിട്ട് കൂടി ഇസ്ലാം അനുവദിച്ചത്. വേറെ ശരീരത്തെ ഒരു ഭാഗത്തേക്ക് നോക്കുകയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇതിന്റെ നടക്കിടെ എത്ര തോന്നിവാസങ്ങളല്ലേ. പിന്നീട് തുടങ്ങും ഇസ്ലാം അനുവദിക്കില്ല. ഇന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ടൊരു ഫോട്ടോ, മങ്ങിലാവ് പോണ്ടതായ ആണും പെണ്ണും ഒട്ടിക നിന്നിട്ട് കേക്ക് കട്ടാക്കിടെ സമ്പ്രദായം. ഒട്ടിക ഒരേ കത്തി പിടിച്ചിട്ട് ജണ്ടാല് കൈ പിടിച്ചിട്ട് കട്ടാക്കിടെ. സുബ്ഹാനല്ലാഹ്, എവിടെ പഠിച്ച സംസ്കാരം. 6 പടിപ്പാട്ട് എൻഗേജ്മെന്റോടെ തുടങ്ങലില്ല മുഅ്മിനീങ്ങളെ. ഹറാമോ തുടങ്ങരുത്. ഇത് ഒരുപാട് മങ്ങിലത്തെ മുന്നോട്ട് നടക്കുന്നതായ ബ്രൈറ്റ് ടു ബിയ, ഗ്രൂം ടു ബിയ, അങ്ങനെ ഒരുപാടല്ലേ ഇത് നടന്നുകൊണ്ടുള്ളത്. അറബിക് നൈറ്റും റംഗോലി നൈറ്റും ബ്ലാക്ക് നൈറ്റും ഹളദി എത്ര ആയിട്ട് സംഗീത നൈറ്റ് അല്ലെ, ഒരുപാട് ആവശ്യമില്ലാത്ത ഒരുപാട് നടന്നുകൊണ്ടുണ്ട്.
മങ്ങിലാവകൂ ചില കസിനുമാർ ഒട്ടിക്ക് തെച്ചിട്ട് ബ്രൈറ്റ് ടൂബി ആക്കുന്ന ഒരു സന്നിവേശമായിട്ട് ഇണ്ടുല്ല അതിന്റെ സ്റ്റേറ്റസിന്റെ ഒരു 4-5 ആള് മാറും അതിക്ക് ലൈക്ക് ഇടക്കും മാഷാ അല്ലാഹ് ചൊല്ലുക ഒരു 100 അല്ലേ എങ്ങനെ മങ്ങിലത്തെ ഒരു 4-5 മുന്നോളൂ മങ്ങിലത്തെ തിങ്കളാസ മങ്ങിലായെങ്കിൽ ബാലാസരണ്ട അല്ലെങ്കിൽ ബെല്ലാസരണ്ട കുറെ കസിനുമാറും ചങ്ങായിമാറും കൂടിയിട്ട് ബ്രൈറ്റ് ടു ബി ആക്കുന്ന ഒരു സംവിധാനം ഇപ്പത്തെ സമുദായത്തിൽ ഫർദ് കിഫായ ആയിപ്പോയി നിർബന്ധമായിട്ട് അതില്ലെങ്കിൽ ഇന്റെ മങ്ങിലല്ല ഇന്റെ അതല്ല ഇന്നെങ്കിൽ മാത്രം മങ്ങില ഇല്ലെങ്കിൽ മങ്ങിലാണ്ട് ചൊല്ലയില്ല അപ്പൊ ബ്രൈറ്റ് ടു ബി അങ്ങനെ ചെന്നെങ്കിൽ കേക്ക് കൊടുത്ത് വെക്കിടാറ് ഏതെങ്കിലും ബീച്ചിന്റെ സൈഡില അല്ലെങ്കിൽ എവിടെങ്കിലും റിസോർട്ട് എടുത്തിട്ട കസിന് മാറും എന്താക്കിടാറ് കേക്ക് വെച്ചിട്ട് കാത്തോണ്ടിക്കിടാറ് ഓലിങ്ങനെ കണ്ണുമുച്ചു എന്നിട്ട് ബാക്കില് തിങ്കളാസ മങ്ങില അവിടെ ചെറുക്ക ബാലാസരണ്ട് വന്നിട്ട് ബാക്കിൽ വേണ്ട സർപ്രൈസ് ഓല കണ്ടിട്ട് അതിന്റെ സ്റ്റേറ്റസ് ഇടകൂ ഇത്ര ആളും 6 പടിപ്പാട്ട് എവിടെ ഉണ്ടു എൻഗേജ്മെന്റ് മുഖം മുങ്കൈ നോക്കിട്ട് പോയവണ് പിന്നെ നോക്കണായത് എപ്പാ നിക്കാ കളികളോട് കൂടെ പിന്നെ അവനക്ക് ഹലാലായത് ഇതങ്ങനല്ല ബ്രൈറ്റ് ട്യൂബിന്റെ പേരിൽ നടക്കുന്ന അനാചാര സമുദായത്തിൽ അതിരെ ബഹിഷ്കരിക്കണായത് ആഡളിത സമിതി ഇതുപോലത്തെ എല്ലാം ബഹിഷ്കരിക്കണായത് ആഡളിത സമിതി അധ്യക്ഷരാകാവും എന്ത് ഇന്നെങ്കിൽ ഞങ്ങളെ വലിച്ചിരാണ്ട് വേറെ സൊറയില്ല അയാളെ മനസ്സിലാവും എപ്പാ നോക്കിയെങ്കിൽ ഞങ്ങൾ നിരക്കര കാലട്ടായെങ്കിൽ ആഡളിത സമിതി പോണില്ല കുടുംബത്തിൽ കാലട്ടായെങ്കിൽ ആഡളിത സമിതി പോണില്ല എല്ലാത്തിനും ഞങ്ങൾ വലിക്കാണ്ട് കാരണമില്ല അല്ലെ അത് നിങ്ങൾ ഹക്ക് ഒരു സമുദായത്തെ നല്ലാക്കുക തീരത് ജമാഅത്ത് കമ്മിറ്റിക്ക് എല്ലാം ബഹിഷ്കരിക്കണോ ഇതങ്ങനല്ല ഗമ്മത്ത് തിന്നിട്ട് കമ്മിറ്റി അങ്ങ് പോയിട്ട് തിന്നിട്ട് ഉസ്താദിനെ കടത്തില്ല നിങ്ങൾ ഒത്തു ഡി ജയിത്ത് നിങ്ങൾ ഒത്ത് അതീന്ത് ഞങ്ങൾ കടത്തില്ല ഉസ്താദുമാര് ഇപ്പത്തെ അവസ്ഥ ഒരു 4-5 യാറെ കൊടുത്തെങ്കിൽ അപ്പുറത്തെ പള്ളിയുടെ ഉസ്താദും കിട്ടും ബഹിഷ്കരിക്കണായത് ഉസ്താദുമാർ പോകേണ്ടതല്ല റായത്തങ്ങ് ബഹിഷ്കരിക്കും ഞങ്ങൾ പോകണ്ട അങ്ങനെ ഉള്ള മയ്യത്തേക്ക് നങ്ങയില്ല എന്ന് ബഹിഷ്കരിക്കണായത് റായത്തങ്ങ ബഹിഷ്കരിച്ചെങ്കിൽ ആ ജമാഅത്ത് നന്നാവുന്നതിൽ ഒരു സംശയമില്ല എത്ര അറബിക്കനായിട്ട് നടന്നുണ്ടോ നോക്കിയാറാ അറബിക്കനായിട്ട് നോക്കിയാറാ ബുർക്കയിട്ടിട്ട് ഒരു 4-5 പെണ്ണിങ്ങ തലക്ക് ഒരു തൊപ്പി വെത്തത് ബംഗാറിട്ടിട്ട് അറബിമാരെ പാട്ട് ഒരു അറബി പാട്ട് വെച്ചിട്ട് ഡാൻസ് നടുവിൽ പെണ്ണെടുത്ത് പാട്ടിട്ട് ഡാൻസ് എവിടെ പഠിച്ച സംസ്കാരം 6 പടിപ്പാട്ട് ഇതെല്ലാം ഇസ്ലാം ഹലാലാക്കിയതല്ല ഇതേതും ഇസ്ലാം ഹലാലാക്കിയതല്ല മുഅ്മിനീങ്ങളെ നാല് ചൊന്നോട് വന്നത് മങ്ങില എന്നുള്ളത് ഏറ്റവും പുണ്യമുള്ള കാര്യമല്ലേ മങ്ങിലല്ലാനും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഇബാദത്തായിട്ട് കൊണ്ടുവന്നത് മങ്ങില അത് നല്ല രൂപത്തിലാവണോ ഹറാമ കലറാത്ത രൂപത്തിലാവണോ അങ്ങനെ നടക്കുന്നതായ താളത്തണ്ട് നടക്കുന്നതായ അനാചാരങ്ങളില്ലേ സുബ്ഹാനല്ലാഹ് പിന്നെടുത്തു പോയിട്ട് ഫാന് ബെണ്ടാക്കിടതും അതുപോലെ കപ്പാട്ടും ഒരുക്കിടതും ബായിലും ഒരുക്കിടത് ഓരോ തോന്നിവാസങ്ങളല്ലേ നടന്നുകൊണ്ടുള്ളത് എത്ര അനാവശ്യങ്ങളല്ലേ അതെല്ലാം നിങ്ങൾ വിട്ടുവിടണോ പിന്നെ കുറെ ചങ്ങായിമാരെ പിറാതുണ്ടോ ഈ താലത്തണ്ട് മങ്ങിൽ തണ്ട് വീട്ട് കൂട്ടുണ്ട് അല്ലെങ്കിൽ മങ്ങിലത്തെ താലത്തണ്ട് കുറെ ചങ്ങായിമാര് പുതിയ പല 10 ജാവത്തോളോ ഔത്തുക കടത്താണ്ട് നിക്ക് ചങ്ങായി വേണ അല്ലെ ഇണ്ട് വന്ന് പെണ്ണ് വേണ എന്നിട്ട് എത്ര പാലക്കാരമാർ അങ്ങനെ ആക്കിക്കൊണ്ടുള്ളാറ് പാവപ്പെട്ട മങ്ങിലായിട്ട് വന്ന് പെണ്ണ് അതേ റൂമിൽ ഇങ്ങനെ പുതിയ പല കാത്തു തെക്കുമ്പോ 1 ഗണ്ടമാ 2 ഗണ്ടമാത്തോളം പുതിയ പലയുടെ ഔത്തുക കടത്താണ്ട് ചങ്ങായിമാർ ഇടി ചുത്തുരണിക്കത്തെ ഒരു സംവിധാനത്തിലുള്ളാറ് രണ്ടമാലക്കാറ അത് ഇസ്ലാം അനുവദിക്കണതല്ല ഇനി നിക്കാടെ സദസ്സുക പോയെങ്ക നല്ല അച്ചടക്കത്തിൽ വേണം മിനിങ്ങള് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെലവാക്കിട്ട് ഒരു മങ്ങില നടത്തുമ്പോ തലക്കൊരു തൊപ്പി വെക്കണോ ഒരു തൊപ്പി അത്രയുള്ള ലക്ഷക്കണക്കാക്കിട്ട് ചെലവാക്കിയിട്ട് മങ്ങിയത്തേക്ക് 10-15,000-20,000 ഡ്രസ് എടുത്തിട്ട് ഒരു 50 ഉറുപ്പിയുടെ തൊപ്പി ഒന്ന് എടുക്കും എപ്പോൾ ഇട്ടില്ലെങ്കും ആ നിക്കാടെ സദസ് ഒരു വില പറക്ക് പേരിട്ട് എന്താക്കും ഒരു തൊപ്പിയിടോ നല്ലത് അത്ര ചെലവാക്കില്ല ഒരു 50 ഉറുപ്പ അത്രയുള്ള ഡ്രസ്സ് ചെലവാക്കുമ്പോൾ ഒരു 50 ഉറുപ്പ തൊപ്പി എന്താക്കും വെച്ചിട്ട് തൊപ്പി വെച്ചിട്ട് സലാം ചൊല്ലുണ്ടാക്കും ദയിക്കും അതെല്ലാം നല്ല ഒരു നിക്കാല കാണുമ്പോൾ ഒരു അന്തസ് ഇതൊരു ടുവാൾ കച്ച കിട്ടി എനിക്ക് കിട്ടിട്ട് വേണ്ട
അതത്ര നല്ലതല്ല. തൊപ്പി സുന്നത്ത്, അപ്പൊ തൊപ്പിയിടണം. പിന്നെ ഉള്ള നിക്കാഹ് സാക്ഷി അല്ലെ, നിക്കാടെ സാക്ഷി ഇട്ട ആൾമാർ കാണുമ്പോ എനിക്ക് ഉറങ്ങ ബലിക്കിട നോക്കട്ടെ, സാക്ഷി നാവില്ല പെണ്ണിയുടെ ഭാഗത്ത്. ആര് സാക്ഷി നിക്കണായത്? സാക്ഷി നിക്കട ആളുമാർക്ക് കുറെ റൂൾസ്. ആ എല്ലാരും സാക്ഷിയുടെ ആവില്ല മങ്ങിലത്തെ നിക്കാഹ്. സാക്ഷിട്ട ആള് ഒന്ന് മുസ്ലിമാവണം, രണ്ടാമത്തേത് സ്വതന്ത്രനായ ആളാവണം, മൂന്നാമത്തേത് പുരുഷനാവണം, ആണാവണം, പെണ്ണ് സാക്ഷികാവില്ല. പിന്നെ നീതിമാനായ ആളാവണം, നീതി ഉള്ള ആളാവും, എല്ലാവരും ഒരേപോലെ നീതി കാട്ടുക, ബുദ്ധി ഉള്ള ആളാവും, നല്ല അക്കല് ഉള്ളെനിക്കത്തെ ആള് നിക്കാടെ സാക്ഷിക്ക് വേണം. പിന്നെ പ്രായപൂർത്തിയായ ആളാവും, മക്ക നിക്കാഹ് സൈനിട്ടങ്ങാവില്ല, പ്രായപൂർത്തിയായ ആൾ. ഇത് ഫത്തുൽ മുഈൻ കിതാബിലുള്ള വിഷയം. പിന്നെ ഉള്ളത് കണ്ണ് നല്ല കാണണം, കാത് നല്ല കേൾക്കണം. ഇതങ്ങനല്ല, കണ്ണ് കാണാത്ത തെല്ല് കണ്ണ് സരി കാണണം, അങ്ങനത്തെ സാക്ഷികാവ. നല്ല കാത് കേൾക്കണങ്ങോ, കേൾവി ശക്തിയും കാഴ്ച ശക്തി ഉള്ളങ്ങോ. പിന്നെ ഉള്ളത് നിക്കാഹയുടെ വചന ഗുന്തുല്ല എനിക്ക് താളാവും, അങ്ങ് എന്തിന് ചൊന്നൂര് സ്വീക അതല്ല ഗുന്തിന്ന് എനിക്ക് താള് സാക്ഷികാവും. പിന്നെ ഉള്ളത് ഫാസിക്കാവോ തീറ, ഇതായിട്ട് നിക്കാഹ് സാക്ഷിക്ക് പേനായ ആള് മാറും. പിന്നെ സാക്ഷികാവാത്ത ആള് കൊന്നവനും സാക്ഷികാവില്ല, നിക്കാഹയുടെ സാക്ഷിക കൊന്ന ആള്. അതുപോലെ വ്യഭിചരിക്കണവനും സാക്ഷികാവില്ല, വ്യഭിചാര ആരോപണമുള്ളവനും സാക്ഷികാവില്ല, ബഡ്ഡി തിന്നിടാലും സാക്ഷികാവില്ല, ബഡ്ഡിക്ക് പൈസ കൊടുക്കണവനും സാക്ഷികാവില്ല, അതേപോലെ കള്ളസത്യം ചെയ്യണവനും സാക്ഷികാവല, അതുപോലെ അളവുകളും തൂക്കത്തിൽ ഡോങ്ങിയാക്കിട ആളുമാറ് അങ്ങ് സാക്ഷികാവില്ല, അക്രമികളായ ആളുമാറും സാക്ഷിയുടെ കുതീറ, കുടുംബം ബന്ധം മുറിക്കിടവനും സാക്ഷികാവില്ല. പിന്നെ ഉമ്മ അപ്പടെ വെറുക്കിട ആളുമാറ് സ്വന്ത പെറ്റതായ ഒലിമതിങ്ങള് ബൽത്തിയതായ ഉമ്മാടെ വെറുക്കിടവണോ, ഉമ്മാട് ഉപദ്രാക്കിടവണോ, അവനും സാക്ഷികാവല, അങ്ങും സാക്ഷികാവില്ല. അതുപോലെ അങ്ങനെയുള്ളതായ ആളുമാറ്, അതുപോലെ പിന്നെ ഉള്ള ആളുമാറ് നിസ്കരിക്കാത്തവണോ, അവനും സക്കാത്ത് കൊടുക്കാത്ത ആള്, യേശരി പറയിടാളും പണ്ഡിതന്മാരെ ഗീബത്ത് ചൊല്ല ആളുമാറ്, നമീമത്ത് ചൊല്ല ആളുമാറ്, ഇങ്ങനെ വൻ പാപങ്ങൾ തൊട്ട് ചെറുദോഷങ്ങൾ തൊട്ടോ ഇതെല്ലാം പൊട്ടെങ്കിൽ നീതിമാനാവോ? ഇതെല്ലാം പൊട്ടവനെ ഒരു നീതിമാനായ ആളാവണോ? പിന്നെ ഉള്ള ആള് എല്ലാ ദോഷങ്ങളും കൂടുതലായി ചെയ്ത ആളുമാർ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സാക്ഷിയിടുമ്പോ, നിക്കാടെ സാക്ഷിയിടുമ്പോ നല്ല ഒരു അസ്തഗ്ഫിറുല്ലാഹ് ചൊന്നിട്ടോ ആ നിക്കാടേക്ക് സാക്ഷിയിടണായ ആളുമാർ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാ ചൊന്നുവെന്ന വിഷയ മങ്ങില എന്നുള്ളത് പവിത്രമുള്ള ഒരു ജീവനാ. പിന്നെ നല്ല ദാമ്പത്യ ജീവനത്തെ കിടക്കിടാറ്, പിന്നെ സുന്ദരമായ ജീവനത്തെ കിടക്കിടാറ്. കുടുംബ ബന്ധമുണ്ടാവുമ്പോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉള്ളത്, സാധാരണ ഗലാട്ടം കുടുംബത്തിലുള്ളത്, അതെല്ലാം അവർ സുധാരിച്ചിട്ട് പോണ്ടതായിട്ട് നിജമായിട്ടുള്ള യഥാർത്ഥമായ കുടുംബ ജീവനാ. ഇന്റെ കുടുംബത്തിൽ ചെറിയ ഒരു പ്രശ്നമെന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് കുറെ ആളുമാറ് ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് കുറെ കുടുംബ ജീവനത്തെ മെസ്സേജ് കടത്തിറങ്ങുള്ളാറ് നോക്കിടാ. നല്ലൊരു മാപ്പിള പിഞ്ഞേമാർ നല്ല ചിരിച്ചിട്ടും കിസ്സാക്കിട്ടും ഹഗ്ഗാക്കിട്ടും നല്ല ഉള്ള ഒരു കുടുംബ ജീവനത്തിൽ വീഡിയോ ഉണ്ടെങ്കിൽ അതിലെന്താക്കിടേ മാപ്പിള കടത്തിൽ നോക്കൂ, ഇതാ ഇങ്ങനെ വീണു ഞങ്ങളെ ജീവൻ അല്ലേ, നല്ല ചന്തത്തിലേക്ക് ഒരു കുടുംബത്തെ നോക്കിയിട്ട് അതെല്ലാം ഒരു ഡിസ്പ്ലേയുടെ മുന്നിൽ മാത്രം മുഅ്മിനീങ്ങളെ, ഡിസ്പ്ലേയുടെ മുന്നിൽ മാത്രം അത്ര നല്ല കാണ്ട് നിങ്ങൾക്ക്. പക്ഷെ അതിന്റെ ബാക്കില് എത്രമാ കുടുംബ ജീവന തകർന്നു പോയതുണ്ടോ. കാല സബ്സ്ക്രൈബ് ആകുകയായിട്ടും യൂട്യൂബിയുടെ വരുമാനത്തുക പേനായിട്ടും അങ്ങനെ ആക്കിടല്ലാണ്ട് അങ്ങനെ ജീവനത്തിൽ ചിലപ്പോൾ അത് ശരിയാവുന്നുണ്ടില്ല. എത്ര കുടുംബങ്ങളെ പൊളിഞ്ഞതുണ്ട്. അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, കുടുംബ ജീവനത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. പിന്നെ ഒരു വിഷയ കുടുംബത്തിൽ എന്ത് ചെയ്യുന്നെങ്കിൽ മങ്ങിലാവുമ്പോ കേൾക്കിടാറ് ഉസ്താ മങ്ങിലായിട്ട് ഒരു വിശേഷമുണ്ട് അത് ബലമങ്ങ. അതായിട്ട് ഏറ്റവും വലിയ ഉപദ്രം. കൊറിയ പ്രശ്നങ്ങള് കേട്ടെങ്കിൽ മനസ്സിക്ക് ബേജാറോടിക്കത്ത കുറെ ആൾമാർ. ചില പ്രശ്നങ്ങൾ കേട്ടെങ്കിൽ നല്ല തടിയുള്ള ആള് എന്താ ഇത്ര ബഡ്ഡിയായിട്ട് എന്തോ ഇത്ര തടി വന്നിട്ട് ആ ഒരു പ്രശ്നം ഞങ്ങൾ കേൾക്കുതീറ. കാരണം അതിന്റെ മനസ്സിക്ക് നല്ലോളം ബേജാറാവും. ഇനി മങ്ങിലായിട്ട് ജണ്ട് നിങ്ങളായിട്ട് കേൾക്കില്ലേ വിശേഷം ഒന്നും ഇല്ലേ എന്തോ ആയിട്ടില്ലേ അങ്ങനെ ഉള്ള കേൾക്കിട ആളുമാർ. അത് അള്ളാഹു തന്നെങ്കല്ല അവിടെ ഏതു
പക്ഷെ ആ കേക്കിന്റെ സ്വഭാവം അങ്ങ് വിട്ടുപോകും. അത് തീരെ ഞങ്ങളെ ഭാഗം കൂടുതലായിട്ട് പെണ്ണിങ്ങ കേക്കിടത് എന്തേടി എന്തോ ആയിട്ടില്ലേ, എത്ര നാളായിട്ടില്ല മെങ്കിലായിട്ട്, അങ്ങനെ ഉള്ളതായ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഫുൾ സ്റ്റോപ്പ് കൊടുക്കും. അതേതും നല്ലതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളില്ലാത്ത ആളന്മാർക്ക് അല്ലാഹു സ്വാലിഹീങ്ങളായ സന്താനം അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു ഞങ്ങളുടെ കുടുംബ ജീവനത്തില് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അപ്പൊ നാ ചൊന്നു വന്നത് ഖിയാമത്ത് നാളെ എണ്ണിക്കണക്കാക്കിയതിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലുള്ള മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പാട് ഹദീസിൽ കാണാം, യൂശികു അയ്യാതിയലൻ നാസി സമാനുൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു. ഒരു കാലം ബറകുണ്ട് സ്വഹാബ, ആ കാലഘട്ട ബറാട്ട ഖിയാമത്ത് നാളാവല മുഅ്മിനേ, ആ കാല ഏത് കൊണ്ടുണ്ട ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു. ആ കാലഘട്ടത്തിൽ അവിടെ ഇസ്ലാമിന്റെ പേരല്ലാണ്ട് വേറെ ഒന്നും ബാക്കിയാവള് നബിയുനാ റസൂലുള്ളാഹി. ഇസ്ലാം ഒരു പേര് മാത്രമേ ബാക്കിയാവൂ. നല്ല നല്ല പേരായിട്ടിക്കോ, മുഹമ്മദ് എന്ന് പേരായിട്ടിക്കോ, അബ്ദുള്ളാന്റെ പേരായിട്ടിക്കോ, നല്ല നല്ല മുസ്ലിമായ മനുഷ്യന്റെ പേരായിട്ടിക്കോ. പക്ഷേ ഇസ്ലാമിന്റെ ഒരു അണു അളവ് അവന്റെ കയ്യിലിക്കാല. വലാ യബ്ഖ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. അങ്ങനെയുണ്ടല്ലേ ആ കാലഘട്ടത്തില് ഖുർആൻ മാത്രമേ ബാക്കിയാവൂ, ഖുർആന്റെ അക്ഷരമേ ബാക്കിയാവൂ. ഇല്ല റസ്മുഹു, അക്ഷരല്ലാണ്ട് വേറൊന്നും ബാക്കിയാവല. അണ്ട് ഖുർആനോദ കാളിക്കാല പള്ളിയില് എത്രമാ മുസ്ഹഫുകളുണ്ടോ, ഇന്ന ആ മുസ്ഹഫ് ഓതുക ആളില്ല. ഇന്റെ പണ്ടത്തെ കാലഘട്ടത്തിൽ സൂറത്തുൽ കഹ്ഫ് ഓതുകവേനായിട്ട് വെള്ളിയാസരണ്ട് വേഗം വന്നിട്ട് ഓതിയോണ്ടിന്റെ ആള് മാറിനാറ്. ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതുക ആളില്ല. അതായിട്ട് നിബിധങ്ങൾ ചൊന്നത് ആ കാലഘട്ടത്തിൽ ഖുർആന്റെ അക്ഷരല്ലാണ്ട് ഖുർആൻ വേറൊന്നും ബാക്കിയാവല. ഖുർആൻ ഓതുകിക്കല ഹമ്മുഹും അങ്ങുള്ള ആശങ്ക എന്തിനെ കൊണ്ടുണ്ട, അങ്ങുള്ള പേടി എന്തിനെ കൊണ്ടുണ്ട, ബത്തുനുഹും അത് ബയറായിട്ടിക്കോ, അങ്ക് ബയറമേ ചിന്തയിക്കോ, അങ്ക് തിന്നണായ ചിന്തയിക്കോ, അങ്ക് പൈസാക്കൊണായ ചിന്തയിക്കോ. വഖബൽതഹും നിസാഉഹും പിന്നെ ഉള്ള അങ്ങനെ ചിന്ത എന്തിനെ കൊണ്ടുണ്ട, നിസാഉഹും അത് പെണ്ണുങ്ങായിട്ടിക്കോ നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പിന്നെ നബി തങ്ങൾ ചെന്നത് അസ്സിന്നതു ഫീഹിം ബിദ്അതു, അങ്ങനെ ശരിയല്ല പുതിയതായ ആശയങ്ങളായിട്ടിക്കോ, അങ്ങനെ സ്വഭാവ അങ്ങനെ ഉള്ളതായ ചര്യ അതെല്ലാം പുതിയതായിട്ടിക്കോ. അവിടെ പെണ്ണിങ്ങളെ ഭാഗത്തേക്ക് ഡബ്ബി ഇൻഷാ അല്ലാഹ് ബണ്ട് നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹായ ഈ പരിശുദ്ധമാക്കട്ട പള്ളിയുടെ സ്വറ നോക്കിയതാലും നടന്നുകൊണ്ടുണ്ട്, മിഹ്റാബിയുടെ സ്വറ നടന്നുകൊണ്ടുണ്ട്, പിയോബിയുടെ സ്വറ ആയിട്ടുണ്ട്, ഒരുപാട് സ്വറ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഉറൂസുക്ക് വേനായിട്ട് നല്ല ഒരു സംഖ്യ നിങ്ങളെ ഭാഗത്തിൽ വേണോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കട്ടെ. അപ്പോ ആ കാലഘട്ടത്തെ ആളുമാരെ ബേജാറ് ഒന്ന് ബയറ് പിന്നൊന്ന് പെണ്ണായിട്ട് കൊണ്ട് നബിയുനാ റസൂലുള്ളാഹി അങ്ങ് കൊണ്ട് ആ ചര്യ ഉണ്ടല്ലോ സുന്നത്ത് അതെല്ലാം പുതിയതായിട്ട് കൊടു. എന്തിനാ പുതിയത്? ആ കാലഘട്ടത്തിൽ പുതിയതായ ചര്യ എന്തുകൊണ്ടുണ്ടാ, ലാ യഅ്ബുദൂനല്ലാഹ ഇല്ലാ ഫീ ശഹ്രി റമളാൻ അല്ലാണ്ട് അല്ലാഹുവിനെ ആരാധിക്കാല. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കടന്നു വരുമ്പോ അണ്ട് പള്ളിയിൽ മുഴുവനും ആള് മാറിക്കുമ്പോ റമളാൻ അവസാനമാവുമ്പോ പള്ളിയിൽ ആളില്ലാണ്ട് സുബ്ഹാനല്ലാഹ് പള്ളി ഖറാബായിട്ടിക്കോ, പള്ളി കാലി കാണോ. പിന്നെ നബി തങ്ങൾ ചൊന്നത് മസാജിദുഹും ആ കാലഘട്ടത്തിലെ പള്ളി അങ്ങനെ കൊണ്ടുണ്ട് ആമിരത്തും വഹിയ ഖറാബും മിനൽ ഹുദാ. അങ്ങനെ നല്ല നല്ല പള്ളിയിലെ ചന്തത്തില് പള്ളി കെട്ടിടിക്കുമാറ്, പള്ളിയിലെ നല്ല മിഹ്റാബും നല്ല മിമ്പറും നല്ല പിഒപിയുള്ള ചന്തത്തെ പള്ളിയായിട്ടിക്കോ. പക്ഷേ ആ കാലഘട്ടത്തില് പള്ളിയിൽ നിസ്കരിക്കുക ആലുമാര് കടന്നു വരാള്, ആലുമാരില്ലാണ്ട് പള്ളിയെല്ലാം ഖറാബായിട്ട് കാണോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാടി തരുമ്പോ പിന്നെ നബി തങ്ങൾ ചൊന്നത് ഉലമാഹു ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാര് അങ്ങ് ഏറ്റവും വലിയ ഫിത്നമാറായിട്ടിക്കോ. ഫൈദാ ഫഅലൂ ദാലിക ഇബ്തിലാഹുമുല്ലാഹു ബിസ്സുനൂ, അല്ലാഹു ആ കാലഘട്ട
കാലഘട്ടത്തെ സുനൂന് കൊണ്ട് പരീക്ഷിക്കൂ. സ്വഹാബിമാര് കേട്ടാറ്, നബിയേ നബിയേ വമസ്സുനൂനു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ സുനൂനു ചന്ദകേന്ദ്ര നബിയേ, സുനൂനു ചന്ദകേന്ദ്ര നബിയേ. അപ്പൊ നബി തങ്ങ ചൊന്നത്, അനീതിയായ ഭരണാധികാരിമാരെ കൊണ്ടിട്ട് ആ സമുദായത്തെ അള്ളാഹു പരീക്ഷിക്കൂ. അനീതിയായ ആളുമാറ് ബറുവാറ് അണ്ട് ഇസ്ലാമോട് നീയത്തായിട്ട് നല്ല നല്ല ഭരണാധികാരി പണ്ട് ബദലുക മോശപ്പെട്ടതായ ഭരണാധികാരി ബറുവാറ് അങ്ങനെ ഭരണാധികാരിമാരെ കൊണ്ടിട്ട് അല്ലാഹു പരീക്ഷിക്കൂ. നബിയുനാ റസൂലുള്ളാഹി. ആ കാലഘട്ടത്തെ ആടളിത്ത അധികാരിമാർ അങ്ങ് ഏറ്റവും മോശപ്പെട്ടങ്ങായിട്ടിക്കോ നബിയുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ ചൊന്ന ഹദീസ് എത്ര സുവ്യക്തമായ ഹദീസ് അല്ലേ. ആ കാലഘട്ടത്തിലല്ല ഞങ്ങളെ പള്ളിയിലെ ഇബാദത്ത് എടുക്കുകയുണ്ട് ആളുമാരില്ല. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ അല്ലാണ്ട് അങ്ങ് പള്ളിക്ക് കടന്നു പറയാത്ത എത്ര ആളുമാറുള്ള റമദാന്റെ മാത്രം പള്ളി വേണ്ട ആളുമാർ. ഫസ്റ്റത്തെ 10 പള്ളി മൊത്തം ആള്, രണ്ടാമത്തെ 10 ആ പള്ളിയുടെ പാതി, മൂന്നാമത്തെ 10 ആവുമ്പോ ഒരു സഫ് ആളുമാറ മാത്ര. പിന്നെ ശവ്വാലിന്റെ മാത കണ്ടൽ പിന്നെ പെരുന്നാൾ കഴിഞ്ഞിൽ പിന്നെ പള്ളിയിൽ ആളില്ല. അതേ പണ്ടത്തെ അതേ വയസ്സന്മാരും അതേ വന്നോണ്ടിന്ന ആളുമാറ മാത്ര പള്ളിക്ക് വരുവാറ്. പിന്നെ അങ്ങ് പള്ളിക്ക് പറഞ്ഞു കണ്ടെങ്കിൽ പിന്നെ റമദാൻ ആവണം. റമദാന് പിന്നെ റമദാന് പള്ളി വേണ്ട ആളുമാർ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇതുപോലത്തെ ഒരുപാട് ഹദീസുകൾ ഞങ്ങൾ പഠിപ്പാണ്ടി തരുമ്പോ ഞങ്ങളെ ജീവിതത്തിൽ പാലിക്കണായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആധുനിക സമുദായ പഠിക്കണായത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നബി തങ്ങൾ ചൊന്ന ഇത്തരമുള്ള ഹദീസ്, നബി തങ്ങൾ ചൊന്ന ഇതെല്ലാം പലക്ക സമുദായത്തിൽ നടന്നുകൊണ്ടുള്ള എനിക്കത്തെ വിഷയ. അണ്ട് റസൂലുള്ള ചൊല്ലുമ്പോ അണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്തതായ ഈത്തപ്പലത്തെ വാലിൽ കെട്ടിയതായ മദീന പള്ളിയിൽ നിന്നിട്ടായിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നേ, ഈ കാന്റെ പർവ്വതത്തിലായിട്ടിക്കോ ദജ്ജാൽ ഇറങ്ങിട്ട് കേൾക്കുക. ഈ വെള്ള കൊട്ടാര ആരതുണ്ട് നാളെ ദജ്ജാൽ കേൾക്കാണ് ചൊല്ലുമ്പോ അണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അണ്ട് ആ ബെൽത്തെ കൊട്ടാര കണ്ട നബിയല്ല. റസൂലുള്ളാഹി ഗൊന്തുണ്ടു അള്ളാന്റെ വഹിയല്ലാണ്ട് റസൂലുള്ള ലോകത്തൊന്നും ഉണ്ടിട്ടില്ല. ആ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന എല്ലാ ഹദീസ് നോക്കിയെങ്കിൽ 90ഓളം പണ്ട് അടയാളങ്ങളായിട്ട് ഖിയാമത്ത് നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നത് ഇപ്പൊ നടന്നുകൊണ്ടുള്ളത്. ഇനി പറകുള്ളത് വലിയ വലിയ അടയാളങ്ങൾ മാത്രമേ ബാക്കിയുള്ളേ. ഒരുപാട് ഫിത്നകൾ നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു ദാബത്തുൽ അർദ് കടന്നു പണ്ടതും യഅജൂജ് മഅജൂജ് പണ്ടതും സൂര്യ പടിഞ്ഞാറിൽ ഉദിക്കടതും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളം ഊതരുതും ഖുർആൻ അല്ലാഹു ഉയർത്തപ്പെടും എന്നുള്ളത് ആ കാലഘട്ടത്തില് ലോകമെല്ലാം ചിമ്മയായിട്ടിക്കോ. സുബൈ 10 പോണെന്ന് കണ്ടായിക്കും സൂര്യ ഉദിക്കാത്ത ഒരു സമയം വരൂ. എന്നിട്ട് മുസാഫ് തുറന്നു നോക്കിയെങ്കിൽ ഖുർആൻ അക്ഷരങ്ങളെ കാണാത്ത സമയങ്ങൾ വരൂ. ആ സമയത്തായിട്ടിക്കോ നിങ്ങളെ തൗബ അല്ലാഹു സ്വീകരിക്കാലാണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടുമ്പോ അനീതിമാരായ ഭരണാധികാരികളെ കൊണ്ട് ആ സമുദായത്തെ അള്ളാഹു പരീക്ഷിക്കൂ. എത്ര അനുഭവങ്ങളല്ല നിങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ളത്. ഇന്ന് ഞങ്ങളുള്ളതായ ലീഡർമാർ, ഞങ്ങളുള്ളതായ നേതാക്കന്മാർ, ഇന്നുള്ള മന്ത്രിമാർ, ഞങ്ങൾ എത്ര ആക്രമിക്കണിക്കത്തെ ആളുമാറുള്ളാർ. എന്ത് പ്രശ്നം വന്നെങ്കിലും മുസ്ലിമീങ്ങണ്ട് നീതി ഇല്ലാത്തൊരവസ്ഥയിലായിട്ടുള്ളത്. ഞങ്ങൾക്കൊരു നീതി ഉള്ളത് നാല് റബ്ബുൽ ഇസ്സത്ത് ഏകനായ അള്ളാഹുടെ മുന്നിൽ മാത്ര എന്ന് വിശ്വസിക്കുന്നതായ ആളുമാറായിട്ട് നാണും നിങ്ങ എന്നുള്ളത് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ തിങ്കളായിട്ട് നങ്ങിന് കടന്നു വേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട റജബ് ഷഹറുൻ റജബുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ തിങ്കളും ശഅബാനു ശഅരി, ശഅബാൻ നന്റെ ഉമ്മത്തിന്റെ തിങ്കളും റമളാൻ ഉമ്മത്തി, ശഅബാൻ നന്റെ തിങ്കളും റമളാൻ ഉമ്മത്തി, റമളാൻ ഉമ്മത്തിന്റെ തിങ്കളുടെ പരിപാടിയെ ആ പുണ്യ തിങ്കളായിട്ട് എല്ലാ തിങ്കളുടെ രാജാവുണ്ട് അല്ലാഹു പരിപാടിയത് പരിശുദ്ധമാക്കപ്പെട്ട റജബ്. ഒന്നുകു 70 പ്രതിഫലമുള്ളതായ റമളാൻ. ആ പുണ്യമേറിയ റമളാൻ കടന്നു വരുമ്പോ ഞങ്ങളെ കൽബിടെ ഞങ്ങൊന്ന് ശുദ്ധിയാക്കണോ, ഞങ്ങളെ കൽബൊന്ന് ക്ലീൻ ആവണോ. എല്ലാ അസൂയും എല്ലാ ഫിത്നയും എല്ലാ ഗീബത്തും നഞ്ചും നരക്ക എല്ലാം വിട്ടിട്ടു ഞങ്ങളെ കൽബ് ശുദ്ധിയാവനായ തിങ്കളായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ. അതിന് മുന്നിൽ ഞങ്ങൾ ദ്വാരുന്നുണ്ടുള്ള അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ
റമളാൻ തിങ്കള് ഞങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോമ്പ് നോക്കുകയും ആ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഇൻഷാ അല്ലാഹ് തന്റെ ഈ ഒരു പ്രസംഗമാണ് നിപ്പാട്ടിയുണ്ടുള്ള. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പള്ളിയുടെ സ്വറ ഏതായാലും നടന്നുകൊണ്ടുണ്ടോ നല്ല രൂപത്തിൽ അൽഹംദുലില്ലാഹ്. മനസിദ്ധര മാർഗ മഞ്ചദ്ദ വജദ എന്ന ഒരു ഹദീസും മനസ്സിന്റെ മാർഗ എന്നുള്ളതായ ഒരു ഗാഥകം ഒരു ഉദാഹരണം കൊടുക്കണമെങ്കിൽ ഞങ്ങൾ ആഡളിത സമിതിയുടേതായ പ്രസിഡന്റ് MP അബ്ദുറഹ്മാൻ അദ്വാക്കുക ആ ഒരു ഉദാഹരണം സല്ലു. കാരണം ചെറിയൊരു മിമ്പറിന്റെ സ്വറ തുടങ്ങുന്നുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ട് ചെറിയ രൂപത്തില് ആ മിഹ്റാബിന്റെ സ്വറ മാത്രം ഞങ്ങൾ തുടങ്ങാണ്ട് ഉദ്ദേശിച്ചിട്ട് പിന്നെ മേലുക PFP മിഹ്റാബ് മാത്രമായിട്ട് ഉദ്ദേശിച്ചിട്ട് പിന്നെ ഒരു സഫ് ആക്കാണ്ടായിട്ട് പിന്നെ ഐക്യവേനായിട്ട് സഹായിച്ച ആളുമാരെ കൊണ്ട് അൽഹംദുലില്ലാഹ് ആ പള്ളി നല്ല ഒരു രൂപത്തിലായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കട്ടെ. ഐക്യവേനായിട്ട് സഹായിച്ചതായ ആളുമാർ സഹകരിച്ചതായ ആളുമാർ ഒരുപാട് ഞങ്ങളെ ജമാഅത്തിലുള്ള ആളുമാരുള്ളവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്കൊക്കെ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും അല്ലാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അതേപോലെ മുഅ്മിനീങ്ങളെ മലപ്പുറം ജില്ലയിലുള്ളതായ കുമ്പംകുന്നു ജില്ല ഒരു കോയാക്ക ഫണ്ട് ഒന്നുള്ളതായ ഒരു ജാഗില് 53ാമത്തെ നേർച്ച ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടുള്ളത്. അതായത് ഈ വർഷത്തെ 365 നാളും ആ ജാഗല് എപ്പോ നോക്കിയും ദിക്റിങ്ങനെ ജാവും പോലും ചൊല്ലനിക്കത്തെ ഒരു മഹാന്റെ ഒരു ആണ്ട് നേർച്ചയായിട്ട് ഇവിടെ നടത്തുകൊണ്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 21, 22, 23 ആയിട്ട് ആ ഒരു ദിക്ർ മജ്ലിസും അവിടെ ഇൻഷാ അല്ലാഹ് നടക്കുക പോണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുമാറും അതൊക്കെ വേനായിട്ട് തീരെ ആളുമാറും ഇൻഷാ അല്ലാഹ് അയക്ക് പോയിട്ട് സഹകരിക്കറു. നല്ല ദുആക ഇജാബത്തുല്ലനിക്കത്തെ ഒരു ജാഗ്യം കൂടിയായിട്ട് ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചൊന്നതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹായ ഒരു സൽക്കർമ്മമായിട്ട് അല്ലാഹു കബൂലാക്കട്ടെ. അതുപോലെ ഇൻഷാ അല്ലാഹ് ദുആർക്ക് വേനായിട്ട് ബദ്രിയ നഗർ ആദമാക്ക 26 കിലോ അരി മേസ്ത്രി അമ്മുവക്ക 50 കിലോ പന്തനായിട്ട് ഈ ഒരു പള്ളിക്ക് വേനായിട്ട് തന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ എല്ലാ ഉദ്ദേശങ്ങളെയും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ കുടുംബ ജീവിതത്തില് അങ്ങനെ മക്കളും അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷം റാഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ എല്ലാരും ഔത്തുകും ഡബ്ബി പള്ളിയുടെ ഉറൂസിലെ ഒരു ഡബ്ബി എല്ലാരും ഔത്തുക്കും കൊടുത്തുറും ഇൻഷാ അല്ലാഹ് എല്ലാരും ആ ഡബ്ബിക്ക് ഇൻഷാ അല്ലാഹ് എടുത്തിട്ട് അതേപോലെ കഞ്ഞുകുരി തന്ന ഡബ്ബി അതും ഇൻഷാ അല്ലാഹ് പള്ളിക്ക് നിങ്ങൾ എത്തുപാട്ടണോ ഇൻഷാ അല്ലാഹ് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്ത ഉള്ളത് ഞങ്ങളെ ശരീഅത്ത് കോളേജിൽ അഡ്മിഷൻ തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ മക്കളെ അഡ്മിഷൻ ആക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത്ര വേഗ ഇൻഷാ അല്ലാഹ് അഡ്മിഷൻ ആക്കറു. 40 സീറ്റായിട്ട് ഒരു വർഷത്തിൽ ഞങ്ങൾ എടുക്കുക ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഫസ്റ്റ് പ്രാധാന്യത്തെ കൊടുക്കരുത് ഞങ്ങളെ അറസ്ഥാന മലാറിലുള്ളത് ആളുമാർക്കായിട്ട് ഇൻഷാ അല്ലാഹ് പ്രാധാന്യത്തെ. പിന്നെ സെക്കൻഡ് ഞങ്ങൾ പ്രാധാന്യത്തെ കൊടുക്കരുത് ഞങ്ങളെ പാവൂർ ഗ്രാമത്തിലായിട്ട് ഉള്ളക്ക് മാത്രമായിട്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളെ മക്കം പഠിക്കും മനസ്സിൽ നിങ്ങൾ SSLC കഴിഞ്ഞിട്ട് ഫസ്റ്റ് PUC കോഴ്സ് ഇൻഷാ അല്ലാഹ് തുടങ്ങുക പോണ്ടും 6 മറന്നണ്ട ആ ഒരു വിഷയത്തില് ഞങ്ങളെ മക്ക സ്വാലിഹികളായ രൂപത്തിൽ പറകു. അതുപോലെ അനാചാരത്തിലെല്ലാം തൊട്ടും നല്ല കിതാബപരമായിട്ടും മസലപരമായിട്ടും ഫിഖും ശുദ്ധിയുടെ വിഷയത്തിലും എല്ലാം ഒരു കുടുംബ ജീവനെ എങ്ങനെ വേണം ഇതെല്ലാം ഞങ്ങൾ ഇൻഷാ അല്ലാഹ് കിതാബ് മുഖാന്തര ആ പെൺമക്കൾക്ക് ഇൻഷാ അല്ലാഹ് പഠിപ്പാട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അത് ആവുകയായിട്ട് നിങ്ങൾ ദ്വാരക്കണോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല രൂപത്തിൽ അതോടെ നടത്തുകൂ. ആ മക്ക നല്ല രൂപത്തിൽ പഠിച്ച് സ്വാലിഹീങ്ങളാവുക അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്മാനാക്കാനുള്ള 1000 രൂപ പള്ളിക്ക് സംഭാവന നൽകി. അല്ലാഹുവേ പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം തമ്പുരാനെ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും